നമ്മളെ കൊള്ളുകയല്ല, ശരിയല്ല, ക്ലിയർ അല്ല, ഓ എന്നൊക്കെ പറയുന്ന ആൾക്കാര് ദൈവം നോക്കുമ്പോ അവര് നീതിമാന്മാരാ. അതെ, സ്തോത്രം. യഹൂദ പറയുക അവള് എന്നിൽ നീതിയുള്ളവളാ. എന്തിനേറെ അധികം വിസ്തരിക്കുന്നില്ല. അങ്ങനെ ഈ തിമിനക്കാരി പെൺകുട്ടി താമാറ് പ്രസവിച്ചു. 2 പിള്ളേരുണ്ടായി. വായിരെ ഒടുവിലത്തെ വാക്യം. അതിന്റെ മേളിലുണ്ടല്ലോ, ഒരുത്തനോട് ഉണ്ടല്ലോ. പേരേസ് എന്ന് പേരിട്ടു. അടുത്തത് അപ്പൊ 2 പിള്ളേര് ജനിച്ചു. ആരൊക്കെ? പേരേസും സേരേഗും. ഈ 2 പിള്ളേര് പുസ്തകത്തിലെ പ്രമാണം അനുസരിച്ച് കൗലിടയന്മാരാ. എന്ന് പറഞ്ഞാൽ ശരിയായ ജനനമല്ല. അതാ നേരെ നാടൻ ഭാഷ പറഞ്ഞാൽ നേരെ മാർഗത്തിലൊന്നും ജനിച്ചതല്ല. കൗലിടയന. ആത്മീക ലോകത്തും നേരായ വിധത്തിൽ ജനിച്ചവരിപ്പ ഇല്ല. അവരുള്ളത് കൊണ്ടാ, അങ്ങനെയുള്ളവര് സഭയ്ക്കകത്ത് വന്നത് കൊണ്ടാണ് ഈ പ്രശ്നം മിക്കെടുത്തു. നേരും ചൊവ്വനും ജനിച്ചതില്ല. വീണ്ടും ജനനത്തിന്റെ കാര്യമായി പറയുന്നത്. ശരിയായ വീണ്ടും ജനനം വചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ പങ്കപാടുകളെ, വിധകളെ പറ്റി ഓർക്കുമ്പോൾ ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വരും. എന്റെ പാപം എത്ര ഭയാനകമാണ്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു മരിച്ചത്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം എന്റെ പാപങ്ങൾ മോചിച്ച് ശുദ്ധീകരിച്ച് എന്നെ രക്ഷിക്കും. ആ കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവേ എന്റെ ഉള്ളത്തിൽ വരണം, എന്നെ രക്ഷിക്കണം, അനുതാപഹൃദയത്തോടെ. അങ്ങനെ ആ മാനസാന്തരം അനുതാപം. ചിരിച്ചോണ്ടല്ല മാനസാന്തരം, അങ്ങനല്ലേ? ഇപ്പം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു കൈപൊക്കിയാട്ട് ചൂയിങ്ങം വായിലിട്ടുണ്ട്. ഉടനെ ഞങ്ങളെ പോലെ പ്രസംഗിക്കുന്ന ആൾക്കാർ ഉയർത്തപ്പെട്ട കരത്തിനായി. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, മിക്കതും അതൊക്കെ തന്നെ. ലാഘവബുദ്ധിയോടല്ലേ? നിങ്ങൾ മാനസാന്തരപ്പെട്ട ദിവസം ഓർത്തെ കരഞ്ഞല്ലേ? അതെ, കരഞ്ഞ. ചിലക്ക് കരച്ചിൽ നിർത്താൻ പറ്റിയില്ല. സ്തോത്രം. മടമടാന്ന് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുക. അതാ അനുതാപം. ഇപ്പം ഈ ചില ഇടങ്ങളിലൊക്കെ വലിയ വലിയ യോഗത്തിന് രക്ഷിക്കപ്പെടുന്നത് ടിക്ക് ചെയ്യുക. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവര് എഴുന്നേറ്റാട്ടെന്ന് പറയുമ്പം ചിലര് ആ എഴുന്നേപ്പൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ. എഴുന്നേറ്റ് പയ്യ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന പുള്ളിയാ. ആ നിപ്പൊക്കെ വന്നു. ഉടനെ ചെല്ല് ചുമതലപ്പെട്ടവര് ഈ കാർഡ് കൊണ്ട് കൊടുക്കും. അപ്പൊ കാർഡിനകത്ത് ഇങ്ങനുണ്ട് പേര്, സ്ഥലം, നേരത്തെ സഭ, നേരത്തെ എങ്ങനെ ആയിരുന്നു എല്ലാം പറഞ്ഞ് പൈസ, ചിലതിനകത്ത് എല്ലാം കൊടുത്തിട്ട് രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടോ? അപ്പം രക്ഷിക്കപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ ചുമതലപ്പെട്ട് കൊടുക്കുമ്പോൾ അവര് 3-4 പേര് എണ്ണി നോക്കും. ടിക്കെല്ലാം മാറ്റിവിടും. എന്നെ രക്ഷിക്കപ്പെട്ടതാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അതല്ല, അത് ശരിയായി വീണ്ടും ജനനമല്ല. അപ്പൊ അത് അവിടെ ഇരുത്തിക്കോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ശ്രദ്ധിച്ചേ, ശരിയായ ഒരു അനുതാപം. ഒരു പഴയ പാട്ടുണ്ട്, അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ കരുണയുള്ള
യേശുനാഥൻ ക്ഷമയാരുളും നിശ്ചയ. എന്നാലും കേറി പാടില്ല വലിയ കാര്യം. കാൺമതെല്ലാം മായയാത്രേ മൺമയമാം ഈയുലകിൽ കാൺമതൽ മണ്ണിൽ നിന്റെ ജീവകാലം ക്ഷണികമാണ് നോർക്കുക നീ. മണ്ണിൽ നിന്റെ ജീവകാലം ക്ഷണികമാണ്. മൃത്യുവിൻ്റെ പിടിയിൽ നിന്നും സകജ നിന്നെ വീണ്ടെടുപ്പാൻ മൃത്യുവിൻ്റെ പിടിയിൽ നിന്നും. എനിക്ക് ശ്വാസം പിടിച്ചേ പാടാൻ മേല, അതുകൊണ്ടാണ്. മൃത്യുവിൻ്റെ പിടിയിൽ നിന്നും സകജ നിന്നെ വീണ്ടെടുപ്പാൻ സ്വന്ത രക്തം വിലയായി നൽകി കർത്തനേശു കാൽവറിയിൽ. സ്വന്ത രക്തം വിലയായി നൽകി കർത്തനേശു കാൽവറിയിൽ. മൺമയമാം ഈയുലകിൽ കാൺമതെല്ലാം. അപ്പൊ അനുതാപത്തിന്റെ മിഴിതോരോടെ, അതാ മാനസാന്തരം. അനുതാപം അങ്ങനെയാണെന്നുള്ള പുസ്തകത്തിൽ നിങ്ങളിപ്പോൾ അനുതാപവാക്യങ്ങളോടെ ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വന്ന് അനുതാപം വന്ന്, യോ ഞാൻ പാപിയാ, ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതെല്ലാം പാപമായിരുന്നല്ലോ, ഈ പാപത്തിൽ തന്നെ ആര് രക്ഷിക്കും എന്ന് ചിന്തിച്ചപ്പോൾ, ഭാരപ്പെട്ടപ്പോൾ, യേശു സകല പാപത്തിൽ നിന്ന് നമ്മെ മോചിക്കും. ആ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ആ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം എൻ്റെ സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിക്കും. ആ കർത്താവിന് എനിക്ക് വേണം. യേശുവേ, എൻ്റെ പാപം മുഴുവൻ ക്ഷമിക്കണം എന്ന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് നടക്കുന്ന ആ പ്രക്രിയ വീണ്ടും ജനനം. സ്തോത്രം. എന്നാൽ ഇപ്പോഴേ അങ്ങനല്ല പലതും. നീ സ്നാനപ്പെടുന്നു, അവൻ രക്ഷിക്കപ്പെട്ടതല്ല, ആ കുഴപ്പമില്ല. ഇപ്പോഴാണ് സെൻട്രൽ പാസ്റ്ററും ഉണ്ട്, വെള്ളവും ഉണ്ട്. നീ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ മുങ്ങാനൊത്തന്ന് ഞാൻ പറഞ്ഞ, ഞാൻ പഠിച്ചു കഴിഞ്ഞു മുങ്ങ. ഓ, ആവുന്നു ഇനി നടക്കുമെന്ന്. അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പം. ശരിയായ വീണ്ടും ജനനമല്ല. ചേടുത്തി ഇതിനകത്ത് വന്ന് അനിയത്തോട് പറഞ്ഞു, വാടി കുഞ്ഞമ്മ നീയും കൂടെ വാ, ഓട്ടോ ഇടുന്നുണ്ടോ, ഓട്ടോയ്ക്ക് നമുക്ക് കുറെ നാള് വന്ന് ഇതിനകത്തൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ശരി, വീണ്ടും ജനനം ശരിയായിട്ടല്ല. അതെന്നാന്ന് പോലും അറിയാൻ മേല. കൈ വെക്കാൻ പറഞ്ഞ കൈ പൊക്കി, മുങ്ങാൻ പറഞ്ഞപ്പം മുങ്ങി, കൈ അടിക്കാൻ പറഞ്ഞപ്പം കൈ അടിച്ചു, കൈ വീശാൻ പറഞ്ഞപ്പം വീശി, ഒരിക്കൽ കൂടി വീശാൻ പറഞ്ഞപ്പം നന്നായിട്ട് വീശി. സ്തോത്രം. ഇപ്പം ചില പാസ്റ്റർമാരുടെ ഇടയിൽ കൈ കൊണ്ടുവന്നിട്ടുള്ളവര്, എനിക്ക് മനസ്സിലാകുന്നു എന്തോ വർത്താനമാണ്. കൈ അതിനാന്ന് എനിക്കത് പിടികിട്ടുന്നില്ല അങ്ങനത്തെ ഡയലോഗൊന്നും. കൈ കൊണ്ടുവന്നിട്ടുള്ളവര്
ഇപ്പൊ ഇത്രയും വേണേ പറയാം, താല്പര്യമുള്ളവർ കൈയടിക്കാൻ പറഞ്ഞാൽ മതി. ഒരു കൈ കൊണ്ടുവന്നിട്ടുള്ളവര്, നമുക്കിപ്പോ അങ്ങനെ ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. ഒരു നല്ല ഹല്ലേലൂയ, എനിക്ക് മനസ്സിലാകുന്നു, ഒരു നല്ല ഹല്ലേലൂയ, ഇങ്ങനെ ഒത്തിരി ഉണ്ട് ഡയലോഗുകൾ. കാരണം ഞാൻ അതിലൊന്നും ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ശരിയായ വീണ്ടും ജനനം പ്രാപിക്കണം. ആ വീണ്ടും ജനനം പ്രാപിച്ചാൽ അവന്റെ ജീവിതം മാറ്റം. നിങ്ങൾക്കറിയാം, യേശുവിനെ കാണാനായിട്ടൊരു പുള്ളി ആഗ്രഹിച്ചു, സക്കായി. നിങ്ങളെ കുറവാ, നല്ല ഉദ്യോഗസ്ഥനാ. എന്തുവായിരുന്നു പണി? സെയിൽ ടാക്സ് ഓഫീസറാ, നല്ല ശമ്പളവും. പിന്നെ കിമ്പളം വേറെ കാണുമായിരിക്കും. കിമ്പളം ഉണ്ട്. അതുകൊണ്ട് ആ പുള്ളി ഒരു പാദം പറഞ്ഞ് ചതിവായിട്ട് ശമ്പളത്തെക്കാളും കൂടുതൽ കിമ്പളമാണ്. നല്ല പൊസിഷനാ. അപ്പം അങ്ങനെയൊക്കെ ജോലി ചെയ്ത് നിങ്ങളെ കുറവാ. അപ്പൊ പുള്ളി യേശുവിനെ പറ്റി കേട്ടു. അപ്പൊ യേശുവിനെ പറ്റി കേട്ടപ്പം സക്കായിക്ക് ഒരാഗ്രഹം, പുള്ളി എങ്ങനെയുള്ളവനാണെന്നൊന്ന് കാണണം. അതൊക്കെ നല്ല ആഗ്രഹമാണ്. കേട്ടല്ലോ. അപ്പം കേട്ടതൊക്കെ നല്ല കാര്യങ്ങളായി കേട്ടത്. ചീത്ത കാര്യവും കേട്ട് കാണുമായിരിക്കും, ഇല്ലേ? രണ്ടും കേൾക്കുമല്ലോ, ഇല്ലേ? മിണ്ടുന്നില്ല. അവനെല്ലാം കേട്ട്, യേശുവിനെ പറ്റി കേട്ട നല്ലതും. ഒരാൾ പറഞ്ഞു യേശു ദൈവപുത്രന. അപ്പം മുക്കി നിന്നൊരുത്തം പറഞ്ഞല്ലേ വേശ്യാപുത്രന. രണ്ടും കേട്ട് കാണും. ഒരാൾ പറഞ്ഞു യേശു അത്ഭുതം ചെയ്യുന്ന ആളാ, ദൈവത്താൽ. എന്നൊരുത്തം പറഞ്ഞു ഇല്ല, ഭൂതമാന്ന് പറഞ്ഞു, ബെയൽസബൂൽ. ഇതായി കേൾക്കുന്ന രണ്ടും കേട്ടിട്ടുണ്ട്, ഇല്ലേ? കൊള്ളാം, എല്ലാം കേട്ടു. ഒരാൾ പറഞ്ഞു യേശു ദൈവത്തിന്റെ പുത്രന. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു ഓ തച്ചന്റെയാ. സ്തോത്രം. ഒരാൾ പറഞ്ഞു യേശു പ്രവാചകനാ. അപ്പം വേറൊരാൾ പറഞ്ഞു പ്രവചനം വന്നവല്ല, ഭൂതം കണ്ട തലവനാകുന്ന ബെയൽസബൂൽ. ഇങ്ങനെ പല. അപ്പൊ ഈ സക്കായി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഒരു ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനാന്നൊന്ന് കാണണം. ആൾക്കാർ പല രീതിയിലല്ലേ. നല്ല കാര്യങ്ങൾ ഒത്തിരി കേട്ടു. നല്ല കാര്യം കേട്ടത് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം നല്ല കാര്യങ്ങൾ ഇങ്ങനെ കേട്ടത്. യേശുവിനെ പറ്റി അങ്ങ് ശ്രുതിയായല്ലോ. ശ്രുതിയായപ്പം ഒരുത്തൻ വന്ന് പറഞ്ഞു അക്കാലത്ത് കൊച്ചുങ്ങളെ എല്ലാം കൊല്ലുകായിരുന്നു, പക്ഷെ യേശുവിനെ കൊല്ലാൻ ഒത്തില്ല, ജനനത്തിലെ രക്ഷപ്പെട്ടു. അപ്പോൾ ഒരാൾ പറഞ്ഞു പുള്ളിയുടെ ജനനത്തിൽ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ആട്ടിടയന്മാർ വന്ന് കാര്യമൊക്കെ പറഞ്ഞു. അന്നേരം വേറൊരാൾ പറഞ്ഞു കിഴക്കിൽ നിന്ന് വിദ്വാന്മാരും വന്ന് കണ്ട് വീണ് വണങ്ങി അവനെ നമസ്കരിച്ച് പോയെന്ന. അപ്പോൾ ഒരാൾ പറഞ്ഞു യേശു അമ്മയപ്പന്മാരുടെ കൂടെ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു, അല്ലാതെ ഒരു പണിക്കും പോകാതെ ചുമ്മാ ഇരുന്ന് കഴിക്കുകയല്ല. അപ്പോൾ വേറെ ആൾ പറഞ്ഞു 12-ാമത്തെ വയസ്സിൽ വെല്ലുവിളി ചെന്ന് ശാസ്ത്രിമാരുടെ നാവടഞ്ഞു പോയി യേശു, ബാലനായ യേശു. ഇതൊക്കെ ഈ സക്കായി കേട്ടത്. അപ്പം വേറൊരാൾ പറഞ്ഞു അയ്യോ ഇന്നാളെ ഞങ്ങൾ 3 ദിവസത്തെ യോഗത്തിന് പോയി, എഴുന്നേറ്റ് പോകാൻ തോന്നിയില്ല. അതെ, അയ്യോ എന്തോ യോഗമായി. ഗിരിപ്രഭാഷണം നമുക്ക് കണ്ണ് പറക്കിയല്ല, മുഖത്തോട്ട് നോക്കി അത്ര പ്രഭയാ. വായിന്ന് വരുന്നത് ലാവണ്യമാക്കാം. നമ്മുടെയൊക്കെ യോഗത്തിന് വല്ലച്ചാതി നിർത്തി വെച്ച് പോകാന്ന് ഓർത്താ. അതെ, നിർത്തുകയില്ല മനുഷ്യന് പോകാനും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ യോഗങ്ങൾക്ക്. യേശുവിന്റെ യോഗത്തിന് അങ്ങനല്ല, നിർത്തരുതെന്ന. അപ്പൊ പറഞ്ഞു ആ യോഗത്തിന് ഒരു കൊച്ചനെ 5 അപ്പവും 2 മീനും കൊണ്ടുവന്നു. അവനും അങ്ങ് മറന്നുപോയി ഇത് കേട്ടോണ്ടിരുന്ന്. ഒടുവിൽ സന്ധ്യയായപ്പം ചാപ്പാടില്ലാഞ്ഞിട്ട് ആ മീനും അപ്പവും കൂടെ കൊണ്ട് കൊടുത്ത്. അത് ചെറുക്കൻ അന്ത്രയോസിന്റെ മോനാന്നാ പറയുന്നത്. അതാ പറഞ്ഞത് ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ ഈ 5000-10,000 ആൾക്കാരിക്കുമ്പോൾ സൂക്ഷം ബാലകന്റെ കയ്യിൽ ഇരിക്കേണ്ടത് അന്ത്രയോസ് അറിയാൻ കാര്യം പുള്ളിയുടെ മോനാ.
വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാ. അപ്പനും അറിയാം കൊടുത്തു വിട്ടത് എന്തൊക്കെയാന്ന്. അതുകൊണ്ടാ പുള്ളി ഇവിടെ ഒരു പയ്യന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. അല്ല, അമ്മ കൊടുത്തു വിടുന്നത് അപ്പനോട് അറിയണം. അല്ല, അപ്പനും അമ്മയും കൂടെ അറിഞ്ഞു വേണം കൊച്ചുങ്ങൾക്ക് വല്ലതും കൊടുത്തു വിടാൻ. വേണ്ടേ? മിണ്ടുന്നില്ല. ചിലടത്ത് അങ്ങനല്ലല്ലോ. നീ ഇത് കൊണ്ടുപോക, പപ്പ അറിയരുത് ഒരു കാരണവശാലും. ഉടനെ അവൻ്റെ ഉണ്ടാവില്ല, ഞാൻ പറയത്തില്ല, മമ്മി പറയാതിരുന്നാ മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പനും അമ്മയും അറിയണം പിള്ളേരുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന്. വേണ്ടേ? ഇവിടുന്ന് അടി മൊബൈല്. അപ്പൻ അന്തം വിടുക. അപ്പൻ്റെ ഇരിക്കുന്നത് ചെറുതാ, അവിടെ ഇരിക്കുന്നത് അപ്പൻ അറിയണ്ടേ? എവിടുന്നാടാ ഈ മൊബൈല്? അമ്മ അറിയണ്ടേ? അപ്പൻ അറിയണ്ടേ? അറിയണം. അതിന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അത് പറയുന്നത് അത്ര നല്ലതല്ല, സഭ്യമല്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതൊരു പഴയ ആൾക്കാർ പറയുന്ന ഭാഷയാ. അതിന് ഞാനങ്ങ് പറയാം, ഉടക്ക് വന്നാലും കുഴപ്പമില്ല. തന്തയും തള്ളയെ അറിഞ്ഞു വേണം മക്കളെ വളർത്താൻ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. തന്തയും തള്ളയെ അറിഞ്ഞു വേണം കൊച്ചുങ്ങളെ വളർത്താൻ. അല്ല, അങ്ങനെ വളർത്തിയൊരു വീടാ. 5000 10,000 ആൾക്കാരാ കൂടിയിരിക്കുന്നത്. അതിനിടെ ഈ ചെറുക്കൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും എന്ന് അന്ത്രയോസ് അങ്ങനെ എല്ലാ പിള്ളേരും കഴിഞ്ഞ് തപ്പി നോക്കുക ഇല്ല. ചെറുക്കൻ യോഗത്തിനുണ്ടെന്ന് അന്ത്രയോസിന് അറിയാം. അവന്റെ കയ്യിൽ വീട്ടിൽ നിന്ന് 5 അപ്പവും അതുകൊണ്ടെന്നറിയാം. നമ്മൾ ചെറുക്കനെ വിളിക്കുമ്പോൾ അവൻ യോഗത്തിന് കാണുകയല്ലേ, ഇപ്പൊ തിയേറ്ററിലായിരിക്കും. യോഗത്തിനാണെന്നും പറഞ്ഞ അവൻ അവിടുന്ന് ആട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തായാലും ആ 5 അപ്പവും 2 മീനും യേശു കർത്താവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് കർത്താവ് സ്വർഗത്തേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങോട്ട് വിളമ്പാൻ പറഞ്ഞു. ഞാൻ ആ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പം യേശുവിന്റെ ക്വാളിറ്റി, ഈ ശിഷ്യന്മാര് പറഞ്ഞു, ഗുരു ഇവിടെ ചായക്കടയൊന്നുമില്ല, സന്ധ്യയായി, എല്ലാത്തിനും പറഞ്ഞു വിടാൻ പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞൊരു പദം നിങ്ങൾ ഇല്ലില്ല, എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ശിഷ്യന്മാർക്ക് വലിയ അലിവൊന്നുമില്ല, പക്ഷെ യേശുവിന് അലിവ് തോന്നും. നിന്നോട് യേശുവിന് അലിവുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി യോഗത്തിന് വരാനിടയായത്. അതുകൊണ്ടാണ് ആയുസോട് ഇവിടെ ഇരിക്കുന്നത്. മാതാവിനോ പിതാവിനോ സഹോദരങ്ങൾക്കോ ഭർത്താവിനോ ഭാര്യയോ കുഞ്ഞുങ്ങളോ ഒക്കെ ചിലപ്പോൾ അലിവ് കണ്ടില്ലെന്ന് വരാം. പക്ഷേ യേശുവിന് നിന്നോട് അലിവുണ്ട്. കർത്താവ് പറയാ, എനിക്ക് അവരോട് അലിവ് തോന്നുന്നു, അവരെ പറഞ്ഞു വിടുകയല്ല. ആ 5 അപ്പവും 2 മീനും കൊണ്ടുവരാൻ പറഞ്ഞു. അത് അവിടുത്തെ തൃക്കരങ്ങളിൽ എടുത്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി, വാഴ്ത്തി കൊടുത്തു. 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി. 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തിയേകിയൊരു യേശു നായക വാഴ്ക ജീവദായക നിരന്തം. ഞാൻ പഴയ പാട്ടുകള് പാടുന്നൊന്നും പറയത്തില്ല, ഇങ്ങനെ ചൊല്ലുമ്പം ഈ ഒരു ഹാർമോണിയം വായിക്കുന്ന സഹോദരനും തവല് അതുകൂടെ ഉണ്ടെങ്കിൽ ഇത് ഒക്കുള്ളൂ. അപ്പം ഇന്ന് അത് ഒത്തില്ല, എന്നാലും നിങ്ങൾ സഹകരിക്കുന്നതിന് നന്ദി. പിന്നീട് ഒരിക്കലാകട്ടെ. പഴമക്കാർ പറയുമ്പോൾ ഒരു ദിവസം പശുവിനെ വഴിയിലും കേട്ടാ. അപ്പൊ എന്തായാലും കർത്താവ് ഇതെടുത്ത് വാഴ്ത്തി കൊടുത്തു. കർത്താവിന്റെ വിശേഷത നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. വാഴ്ത്തി ഉടനെ വിളമ്പാനല്ല പറഞ്ഞത്, പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. ഈ കർത്താവിന് എല്ലാത്തിനും ഡിസിപ്ലിൻ ഉണ്ട്. ഈ ചിലരെ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ കൃപയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ
കെട്ടടിച്ച് വിടുക എന്നാ? അല്ലല്ലല്ല, ഏറ്റവും ഡിസിപ്ലിൻ ഇതിനകത്താ. അതെ, ഏറ്റവും ഡിസിപ്ലിൻ. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ചർച്ചിലൊക്കെ വളരെ കർക്കശമായി പറയും, ഇരിക്കുന്നതിന്റെ ലൈൻ തെറ്റിയാ ഞാൻ പറയും. ആ, ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ നോക്കും, ആ കസാര കാർപ്പറ്റിന് വെളിയിൽ കാല് കിടക്കുന്ന നേരെ ഇടാൻ പറയും, നിർബന്ധമായി. കാരണം ഇനി പുസ്തകത്തിലെ പ്രമാണം പറയാം, നമ്മളെ പറ്റി സംബോധന ചെയ്യുന്ന സംബോധനയ്ക്ക് ഒരു സംബോധന, നമ്മള് യോദ്ധാക്കളാ, സൈന്യമാണ്. അതെ, നമ്മള് യുദ്ധം ചെയ്യാനുള്ളവരാ, പോരാടുവീൻ അങ്ങനെയുള്ള പദങ്ങളാ കൊടുത്തേക്കുന്നത്. പട്ടാളത്തിൽ പോയിട്ടുള്ളവരോട് ചോദിച്ചു, ഉഴപ്പി അടിക്കാൻ പറ്റുമോ? ഉഴപ്പി അടിക്കാൻ പറ്റുമോ പട്ടാളത്തിൽ ചെന്നിട്ട്? അല്ല, എടുക്കണമെങ്കിൽ തന്നെ എന്ത് നിബന്ധനകളാ? പൊക്കം വരെ നോക്കും, വണ്ണം നോക്കും. നമ്മളെ ഒന്നും പട്ടാളത്തിൽ എടുക്കുകയല്ല. പതപ്പയായിട്ടിരിക്കുന്ന ആരെ പട്ടാളത്തിൽ എടുത്തിട്ട് കില്ലേരിയലൊക്കെ ആണെങ്കിൽ ഇതും ചുമക്കൊണ്ട് പോകണ്ടേ? ആട്ടെ, ഭയങ്കര ഈ ആത്മീക ലോകമാണ് നല്ല ഡിസിപ്ലിൻ. പക്ഷെ നമ്മള് ധരിച്ചു വച്ചേക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നെ എങ്ങനെ വേണേലും സൺഡേ വന്നാ മതി, എതിരെ പോയാലും കുഴപ്പമില്ല, സൺഡേ ഇവിടെ. അല്ലല്ലല്ല, സൺഡേ വരും പോലെ തന്നെ മണ്ടയിലും വരണം. ഡിസിപ്ലിൻ ഇതിനകത്താണ്. അപ്പം എടുത്ത് വാഴ്ത്തിക്കുന്ന വിശന്നിരിക്കുക, പെട്ടെന്ന് കഴിച്ചേച്ച് പൊക്കോ, അങ്ങനൊന്നും അല്ല കർത്താവ് പറഞ്ഞു. അലിവുണ്ട് ദൈവത്തിന്, അലിവ് തോന്നി, അലിവുണ്ട്, നല്ല ഡിസിപ്ലിനുമാണ്. ഇത് രണ്ടും വേണം. അപ്പം എടുത്ത് വാഴ്ത്തുക, അതൊക്കെ ശരി, നിങ്ങൾക്ക് തരാനാ, നിങ്ങൾക്ക് തരാനാ, നിങ്ങളുടെ വിശപ്പടക്കാനാ. നിങ്ങൾ വഴിയിൽ വെച്ച് പട്ടു പോകരുത്, അതിനായി തരുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം ഓർഡർ ആകണം. ചുമ്മാ ഏകപട എമ്പട ത്രിപട ചമ്പടയാന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കുകയല്ല. ഓർഡർ പന്തിയായിട്ട് ഇരുത്തി അപ്പം എടുത്ത് വാഴ്ത്തി. ഇനി വിളമ്പാൻ പറഞ്ഞു, വിളമ്പി കൊടുക്കും. ബൊഫേ സിസ്റ്റം ഒന്നുമല്ല. ഈ ഭക്ഷണം കഴിക്കുന്നത് ഒരു വലിയ കൂട്ടായ്മയാ കേട്ടോ. അതെ, നമ്മൾ ചുമ്മാ ചിലരിത് ലാഘവബുദ്ധിയോടെ അവിടെ എല്ലാവർക്കും ചാപ്പാടും ഒക്കെ ഉണ്ട്, ഞങ്ങളും കഴിഞ്ഞ ആഴ്ച പോയാൽ എങ്ങനെ ഉണ്ടാ? അത് ശരി, ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ഈ പന്തിയായിട്ടിരിക്കുമ്പോ തന്നെ ആൾക്കാരെ നമുക്ക് ശ്രദ്ധിക്കാം. വിളമ്പുമ്പം ഒന്ന് മുഖത്തോട്ട് നോക്കരുതോ? ഒരു കൂട്ടായ്മയാ. ആൾക്കാരെ ഒന്ന് കാണുകയും അറിയുകയും ചെയ്യരുതോ? അല്ലേ? അല്ലാതെ കമ്പത്തിൽ നിന്ന് കാളയെ അടിച്ച് കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് കയറ്റി ഉച്ചയാകുമ്പം പറഞ്ഞു വിട്ട് ആരൊക്കെ ഏതൊക്കെ എന്തൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ പിറ്റേ ഞായറാഴ്ചയും മനസ്സിലാകുന്നില്ല. യേശുവിന്റെ യോഗത്തിന്റെ പ്രത്യേകതകളാണ്. പന്തിയായിട്ടിരുത്തി വിളമ്പി കൊടുക്കുക. ഇനിയുണ്ട് അവിടെ, നിങ്ങൾ ആ ഭാഗം പഠിച്ചേ. വിളമ്പി കൊടുത്തു, എന്നിട്ട് എല്ലാവരും തിന്ന്. അല്ലാതെ യോഗം കഴിഞ്ഞപ്പം കുറെ പേര് ഇനി കഴിക്കാനുണ്ട്, സാമ്പാർ തീർന്ന് കലമെടുത്ത് കമത്തി കാണിച്ചു. ഒരുത്തവണ്ണം എന്താ തവി ഇട്ട് കൂട്ടി, സാമ്പാർ തീർന്നതിന്റെ അറിയിപ്പാ. ചോറ് കോട്ടയം കമത്തി. ഇനി നിൽക്കുക ആൾക്കാര് ഇല്ല. അങ്ങനൊന്നും അല്ല യേശുവിന്റെ യോഗം. മനസ്സിലാകുന്നില്ല. പഴം തീർന്നു, കാളാമുണ്ടനുമായിട്ടെടുത്ത് നിൽക്കുക. ഇനി ചോദിച്ചാൽ കാളാമുണ്ടൻ അടിക്കുമെന്ന്. അതൊന്നും അല്ല യോഗം. സ്തോത്രം. എല്ലാവരും തിന്ന്.
ഞാൻ എൻ്റെ വിഷയമല്ല, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു നിങ്ങൾ അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ തിന്ന് തൃപ്തിപ്പെട്ടു ഗ്ലോറി വീട്ടിൽ അല്ലല്ലല്ല. അടുത്ത യേശുവിന്റെ ആ ഡയലോഗ് നിങ്ങൾ യേശുവിന്റെ പിന്നെ ബാക്കി ശേഷിച്ചത് ശേഖരിക്കാൻ പറഞ്ഞു. വായിച്ചിട്ടില്ലേ? ശേഷിച്ചത് കളയരുത്, ഒരു ചോറ് പോലും കളയരുത്. ഇതൊക്കെ യേശുന്ന് പഠിക്കേണ്ട കാര്യമാണ്. എന്ത് ഡിസിപ്ലിനാ! അല്ലാതെ കഴിച്ചേച്ച് തോന്നിയതുപോലെ ഇട്ടേച്ച്. ശേഷിച്ചത് ശേഖരിക്കണം. ആര് ശേഖരിക്കണം? വിളമ്പിയവര് ശേഖരിക്കണം. വിളമ്പാൻ വലിയ മിടുക്കല്ലേ ചിലർക്ക്. നിങ്ങൾ ചില ഫംഗ്ഷനൊക്കെ കണ്ടില്ലേ? നമ്മുടെ സഭയുടെ ആണെങ്കിലും ആദ്യം വിളമ്പാൻ ഒരു 3-4 പേര് കാണും. കുറച്ച് കഴിയുമ്പോ ആദ്യം വിളമ്പാൻ നിൽക്കുന്ന നീയെ അത് മുഴുവൻ വിളമ്പി നീയും ഭക്ഷിച്ച് ശേഷിച്ചത് ശേഖരിച്ച് ക്രമപ്പെടുത്തി ഓർഡറാക്കി വെച്ച് വേണം അവിടുന്ന് പോകാൻ. അങ്ങനെ വേണം. ഇത് ആദ്യത്തെ മൂച്ചിന് കയറി വിളമ്പി കുറച്ച് കഴിഞ്ഞ് വിളമ്പാനുമില്ല. തവി അവിടെ പാഷയുടെ ഭാര്യ വന്നെങ്കിയോ തവി എന്ത് ആ തവി ജോയിയാ വിളമ്പിയത്. ജോയി വീട്ടിൽ ചെന്നു. ജോയി സഹോദര തവി എവിടാ വെച്ചേ? തവി ഞാൻ വിളമ്പിയപ്പോ തങ്കച്ചൻ തവിക്ക് പിടിച്ച് ഞാൻ ഇട്ടേച്ച്. തങ്കച്ചനെ വിളിച്ചപ്പോ തങ്കച്ചൻ പരിധിക്ക് പുറത്ത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണർവ് മാത്രമല്ല, ഇതൊക്കെ പഠിച്ചിരിക്കണ്ടേ? എല്ലാം പഠിച്ചിരിക്കണം. അടുക്കളയിൽ പെരുമാറുന്ന നിങ്ങൾ അങ്ങനല്ലേ? ഭർത്താവിനും മക്കൾക്കും എല്ലാം കൊടുത്ത് നിങ്ങളും കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പാത്രം എല്ലാം കഴുകി അല്ല വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ വെച്ച്. ഇപ്പോഴത്തെ കാലം വന്ന ഫ്രിഡ്ജ് ഉള്ളതാ, ബാക്കി വരുന്നത് അത് അതിൻ്റെതായ രീതിയിൽ അങ്ങനല്ലേ? ചിലര് ഇച്ചിരി കൂട്ടാനേ ഉള്ളെങ്കിലും വലിയ ചെരുവം കയറ്റി അതിനകത്തോട്ട് വെക്കും. കഴിയത്തില്ല ഇതൊന്നും മെനക്കെടാൻ. ഞാനൊരിക്കൽ ഞങ്ങളുടെ ഫ്രിഡ്ജ് വന്നപ്പോൾ അതിനകത്ത് കറച്ചട്ടിയും മീനും. വേറൊരു കാര്യം എടുക്കാൻ ചെന്നപ്പം അതിന്റെ തലേന്ന് ഒത്തിരി പേര് വീട്ടിലുണ്ട്. അപ്പൊ ആരാ വെച്ചെന്നും കറച്ചട്ടി വെക്കാനുള്ളതാണോ? വലിയ മൺചട്ടി. നിങ്ങൾ വാ തുറന്ന് എന്തേലും പറ. ഒന്നും പറയാനില്ല. എന്നാ പറയാനാ? അതെല്ലാം ക്രമപ്പെടുത്തി വെക്കണ്ടേ? ഓർഡർ ആയിരിക്കണം. കർത്താവിന് ഇതെല്ലാം പഠിക്കണം. ശേഷിച്ചത് ശേഖരിക്കണം. ഞാനെപ്പോഴും കർക്കശമായി പറയും, ഒരു ചോറ് പോലും കളയരുത്. നമുക്ക് ആവശ്യമുള്ളതേ വാങ്ങാവൂ. തീന്മേശയിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പലത് കാണും. നമുക്ക് കാണുമ്പോൾ അറിയാലോ നമ്മൾ എന്തുവാ കഴിക്കുന്നത്. എന്തും വേണ്ടം കഴിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കണം. ചിലരിതെല്ലാം കാണുമ്പോൾ അങ്ങ് വെപ്രാളവും പരിവേശോ എന്തോ തൊടണം എന്തോ എടുക്കണം എന്തും വേണ്ട അങ്ങ് ആദിയാ. അത് വിടുത്ത് ഇത് വിടുത്ത് അവസാനം എല്ലാം കൂടെ പൊടിച്ച് മറിച്ച് ബാക്കി ചിലരുടെ കഴിക്കുന്ന പ്ലേറ്റ് കണ്ടാൽ നമുക്ക് ഓക്കാനം വരും. അതെ, ഓക്കാനം വരും. ഈ പണ്ട് കാലമല്ല, ഇപ്പോഴത്തെ കാലമൊക്കെ കുറച്ചുകൂടെ മോഡേൺ ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതാ. ഉണ്ടല്ലോ, പാത്രമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയായിരിക്കണം. ഇടയ്ക്ക് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, പണക്കമൊന്നും വേണ്ട. നിങ്ങളെല്ലാം കുഴപ്പക്കാരും ഒരു പരിശുദ്ധൻ ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ പറയണ്ട. എനിക്കും നമുക്കും എല്ലാവർക്കും കൂടാ. പെണ്ണുങ്ങൾ പ്രായിക്കൊണ്ട് പ്ലേറ്റ് എടുക്കരുത്. കാലം കഴിച്ച പ്ലേറ്റ് തൊടാൻ നോക്കുകയല്ല. അവർ പറയത്തില്ല, എന്നാലും
വൃത്തിയായിരിക്കണം. ഒരു ചോറ് പോലും കളയരുത്. ഈ കൊച്ചു പിള്ളേര് കഴിക്കുമ്പം അമ്മമാരുണ്ടെങ്കിൽ അവരടുത്തിരിക്കണം. അമ്മമാർക്കറിയാം അവരെന്തും വേണ്ട കഴിക്കുന്നത്. കളയരുത്. അനേക കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഞരങ്ങുന്നവർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്. ഉണ്ട്. അമ്മ അടുത്തിരുന്ന് ശ്രദ്ധിക്കണം. നീ ഇത്രയും കഴിക്കുവാടാന്ന് ചോദിക്കണം. ഇല്ല, എന്നാ അതിങ്ങിതാ അമ്മയുടെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കണം. കൊച്ചു പിള്ളേരുള്ളവര് അമ്മ കൂടെ ഉണ്ടെങ്കിൽ അവര് ചിലപ്പം പിള്ളേരല്ലേ, ആഗ്രഹം കൊണ്ട് ചിലപ്പോൾ എടുക്കും. അപ്പൊ അമ്മ അതിൽ കുറച്ചേ എടുക്കാവുള്ളൂ. എടുത്ത് വെച്ച് പിള്ളേരുടെ ഇടയ്ക്ക് ഇരിക്കണം. അഥവാ അവൻ കഴിക്കാതെ വന്നാൽ അത് അമ്മ എടുത്ത് ഇല്ലേ, അപ്പൻ നമ്മുടെ മക്കളല്ലേ, നമ്മുടെ മക്കളല്ലേ, അമ്മയാന്നേ അമ്മ അപ്പനാന്നേ കളയരുത്, കളയിപ്പിക്കരുത്. എനിക്ക് വളരെ സങ്കടമായി ഭക്ഷണം കളയുന്നത്. ഞാൻ കളയത്തില്ല. കളയുന്നത് കാണുന്നതും എനിക്ക് മനോവേദനയാണ്. അതിന് പല കാര്യമുണ്ട്. ഒരു കാരണം, ഞാൻ ഭക്ഷണത്തിന് കൊതിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. 4 മണിയൊക്കെ വിട്ട് വരുമ്പോ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാൻ ആഗ്രഹിച്ച സമയമുണ്ട്. ഉണ്ട്. ചിലപ്പോ ടീച്ചറിന്റെ അടിയൊക്കെ മേടിച്ചായിരിക്കും ഉച്ചയ്ക്ക് ഇച്ചിരി അല്ലേ കൊണ്ടുപോകുന്നേ. അതും കഴിച്ച് പിന്നെ നറന്ന് അവിടെ ഇരുന്ന് വിശന്നും ഒക്കെ ആയി വരുന്നതേ. തന്നെയല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ സൗകര്യമൊന്നുമില്ല. സ്കൂൾ മുതൽ നടക്കുക. എന്നേക്കാൾ ഒത്തിരി നടന്ന് പഠിച്ചവരാ നിങ്ങൾ. അത് ഈ ഹൈ റേഞ്ചില് എത്ര കിലോമീറ്റർ നടന്നാ? കണ്ണിച്ചാനൊക്കെ എത്ര കിലോമീറ്റർ നടന്ന് കാണും ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർ. ഇന്നത്തെ പോലെ റോഡ് സൗകര്യം ഉണ്ടോ? 10 പൈസ കൊടുത്താൽ വണ്ടിക്ക് ഇറങ്ങാം. അതൊന്നും ഇല്ല. പിന്നെ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഒന്നിച്ചാകുമ്പോൾ അതിന്റെ ക്ഷീണം തോന്നത്തും ഇല്ല. എന്നാലും വീട്ടിൽ വരുമ്പോൾ ക്ഷീണമാണ്. അപ്പൊ എന്തേലും ഇച്ചിരി ഈ പിള്ളേർക്ക് അങ്ങനെ വല്ല പ്രയാസം ഇപ്പോൾ ഉണ്ടോ? ഒന്നുമില്ല. ഒരു ചോറ് കളയരുത്. ഞാൻ കർക്കശമായിട്ട് പറയും, കല്യാണത്തിനൊക്കെ പോയി ആൾക്കാർ കാണിക്കുന്നതൊക്കെ കണ്ടായോ നമുക്ക് അങ്ങ് സങ്കടവും വരും. എൻ്റെ ഒരു അഭിപ്രായം പറയാം. ആരും യോജിക്കുകയല്ല, നിങ്ങളെല്ലാവരും എന്നെ പള്ളു പറയും. എന്നാലും ഞാൻ പറയുക, എനിക്ക് ആ പഴയ രീതിയാണ് ഇഷ്ടം. അതാകുമ്പോൾ എല്ലാവരും നിരന്നിരുന്ന് ആവശ്യത്തിന് വിളമ്പി കൊടുത്താൽ മതി. ഇപ്പം നേരത്തെ കാറ്ററിംഗ് ആയതെല്ലാം ഇണക്കി വെക്കുന്നത് കൊണ്ട് 8 കസേരകളെടുത്ത് ചിലപ്പോൾ 3-5 പേരായിരിക്കും ഇരിക്കുന്നത്. ബാക്കി മുഴുവൻ പോവുക, ഭക്ഷണം കളയുക. അതെ. ചിലരുടെ കൂടെ പിന്നെ ഭക്ഷണത്തിൻ്റെ കഴിച്ച കൈ കൊണ്ടാണ് ഓരോന്ന് എടുക്കുന്നത്. അയ്യോ, ഇതുപോലെ വിവരമില്ലാത്ത പരമ വിവരദോഷികള് ഉണ്ടുണ്ട്. കാശിന് ഇത് കടയിൽ വല്ലതും കിട്ടുകയാണെങ്കിൽ കാക്കിലോ മേടിച്ച് കൊടുക്കുകയും ചെയ്യാം. കല്യാണം കഴിയുമ്പോൾ എന്നാ കാക്കിലോ വിവരം അതുകൂടെ കൊണ്ടുപോകും. അടുത്ത കല്യാണത്തിന് ഇതുമായിട്ട് വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലരെ കഴിക്കുന്ന കൈ കൊണ്ട് ആ സ്പൂണേലെ ചില അവിടെ ഇരുന്ന് അങ്ങ് തുമ്മുകയും. നമ്മളിതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത ആ വാഷ് ബേസെങ്കിൽ അവിടെ കിടന്ന് നോക്കാനിക്കും തുപ്പുകയൊന്നും ചെയ്യരുത്. അഥവാ അങ്ങനെ ഒരു ടെൻഡൻസി വന്നാൽ അങ്ങ് മുറ്റത്തോട്ട് പോകണം, ദൂരെ മാറിയേക്കണം. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ചപ്പം ആദ്യം കഴിച്ചു പോയിരുന്ന പുള്ളി അങ്ങ് പുറകിരുന്നവരാരും പിന്നെ കഴിച്ചില്ല. എങ്ങനെ കഴിക്കുക? എങ്ങനെ ഇറങ്ങും? അയാൾ നല്ല പെരുക്കേച്ച് പുറകെ വന്നവർ കുഴയുക. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇത് പറയാനൊന്നും വന്നതല്ല. ഇത് പറഞ്ഞത് ചിലർക്ക് ഗുണമായിക്കോട്ടെ. നമ്മൾ ഇതിനകത്ത് ഇന്നെല്ലാം പഠിക്കണം. അപ്പൊ കർത്താവ് പറഞ്ഞു, ശേഷിച്ചത് ശേഖരിക്കണം കേട്ടോ. ശേഖരിക്കണം, കളയരുത്, ഒന്നും കളയരുത്. അപ്പം നമ്മുടെ വിഷയത്തിൽ വരാം. യേശുവിനെ പറ്റി സക്കായി കേട്ടു. ഇതൊക്കെയായി കേട്ടത്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, മുടന്തരെ നടത്തി, ഊമർക്ക് സംസാരശേഷി കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു. നൈലിലെ വിധവയുടെ മകൻ ഒറ്റ ഏകജാതന മഞ്ചവുമായിട്ട് വന്നു. യേശു അങ്ങോട്ട് ചെന്ന് മഞ്ചത്തെ തൊട്ട് ഇറക്കം ചാടി എഴുന്നേറ്റു. ഞങ്ങൾ കണ്ടതാ. എന്നിട്ടോ
എന്നിട്ട് എന്നെ കാണാനാ ചെറുക്കനെ അമ്മയ്ക്ക് കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ഇന്നത്തെ രോഗശാന്തി പരപ്രാപ്തന്മാരാന്ന് ചെറുക്കനെ അമ്മയ്ക്ക് കൊടുക്കുകയല്ല, ചെറുക്കനുമായിട്ട് പോകും. അടുത്ത സ്റ്റേജിൽ അവനെ കയറ്റും. ബ്രദറിന് എന്തോ സംഭവിച്ചു. ഇപ്പൊ അങ്ങനെ ബ്രദറിന് അമ്മ അവിടെ താഴെ നിൽക്കുക, അമ്മയ്ക്ക് ഇവന് വന്ന് കിട്ടാൻ ഇപ്പൊ തരികയല്ല, അവൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുവാ ബ്രദറിന് സംഭവിച്ചു? അവൻ പറയാം, ഞാനിങ്ങനെ ചത്ത് കിടക്കുകയായിരുന്നു, പിന്നെ എന്നാ ഉണ്ടായെന്ന് എനിക്ക്. ഉടനെ വേറെ ബ്രദറെ അങ്ങനല്ല, ഈ ബ്രദർ ആ ബ്രദറിനോട് പറഞ്ഞു ബ്രദറിനെ യേശുവിൻ്റെ അടുക്കിലോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ ഞങ്ങൾ വന്നപ്പം ബ്രദർ പറഞ്ഞു ജീസസ് വരുന്നുണ്ട്. അങ്ങനെ ബ്രദർ ജീസസ് വന്നു, ജീസസ് ബ്രദറിനെ തൊട്ടു. അപ്പോൾ ബ്രദർ ചാടി എഴുന്നേറ്റു. കൈയടിക്കാട്ടെ ബ്രദറെ. യേശു ഇതിനൊന്നും മുതിർന്നില്ല. അവൻ ചാടി എഴുന്നേനും പറഞ്ഞ് തള്ളയോട് പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഈ സക്കായി കേട്ടതല്ല, യേശുവിനെ പറ്റി കേട്ടു. യേശുവിനെ പറ്റി കേട്ടു. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത്. ഭ്രഷ്ടരൊരയ്യായിരം ജനം. 5 അപ്പത്താൽ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ഇതൊക്കെ ഈ സക്കായി കേട്ടു. സഖായി കേട്ട് കഴിഞ്ഞപ്പോൾ സഖായിക്ക് ഒരു ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനാണെന്നൊന്ന് കാണണം. ആൾക്കാർ പറഞ്ഞില്ല, വായിന്ന് ലാവണ്യമാക്കാ വരുന്ന കേട്ടോ. ഒരുത്തൻ പറഞ്ഞു, യോ ഞങ്ങൾ നാളെ പള്ളി വെച്ച് കണ്ട് മുഴുവൻ ആൾക്കാരുടെയും കണ്ണ് കാണണ്ടതാ. അപ്പൊ ഇതെല്ലാം ഈ പുള്ളി കേട്ടു, സക്കായി കേട്ടു. അപ്പൊ പുള്ളിക്കൊരു ആഗ്രഹം, എങ്ങനെയുള്ളവനാന്നൊന്ന് കാണണം. പുള്ളിക്കൊന്ന് കണ്ടാ മതി, ഒരു നോക്ക് കണ്ടാ മതി. പക്ഷെ ഈ നീളക്കുറവായതുകൊണ്ട് പുരുഷാര നിമിത്തം കാണാനൊക്കത്തില്ല. പുരുഷാര നിമിത്തം അല്ല, കണ്ടവാനും ആള് കൂടിയാ കാണാനും ഒക്കത്തില്ല, കാണിക്കത്തുമില്ല. കണ്ടാൽ അവിടെ പ്രശ്നവുമാണ്. പിറ്റേ ആഴ്ച വിളിച്ചു ചോദിക്കും, കഴിഞ്ഞ ആഴ്ച എവിടെ ആയിരുന്നെന്ന്. മനസ്സിലാകുന്നുണ്ടല്ലോ? പുരുഷാര നിമിത്തമേ. അപ്പൊ പുള്ളിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഈ പുരുഷാരത്തിന്റെ ഇടയിൽ നിന്നാലൊന്നും യേശുവിനെ കാണാനൊക്കത്തില്ല. കണ്ടവാനം ആളെല്ലാം കൂടെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ യേശുവിനെ കാണാനൊക്കത്തില്ല. വേറെ പലരെയും കാണാം, കമ്മിറ്റിക്കാരെ കാണാം, സെക്രട്ടറിയെ കാണാം, ട്രഷററെ കാണാം, ഇടനിലക്കാരെ കാണാം. ഇടനിലക്കാർ ഒത്തിരി ഉണ്ടല്ലോ, അവരെയല്ല യേശുവിനെ കാണാനൊക്കുകയില്ല. അപ്പൊ ഇവനൊരു കാര്യം തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുന്നോട്ട് ഓടി. അങ്ങനെ മുന്നോട്ട് ഓടണം. പുറകോട്ട് ഓടിയാ പിന്നെ നീ വെട്ടിനകത്ത് വീഴും. മുന്നോട്ട്. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായിട്ടാഞ്ഞും കൊണ്ട് ലാക്കിലേക്കോടിടുന്നു. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായിട്ടാഞ്ഞും കൊണ്ട് ലാക്കിലേക്കോടിടുന്നു. പാരിൽ പലവിധമ പാടുകൾ ഏറിടുമ്പോൾ പാദം പാതറിടാതെ പാതയിലോടിടും ഞാൻ. പാരിൽ പലവിധമ പാടുകളേറിടുമ്പോൾ പാദം പാതറിടാതെ പാതയിലോടിടും ഞാൻ. പ്രത്യാശയേറിടും എന്റെ പ്രിയനുമായി ഉള്ള വാസത്തെയോർത്തിടുമ്പോൾ പ്രത്യാശ. അപ്പൊ ഇവൻ യേശുവിനെ കാണാൻ മുന്നോട്ട് ഓടി.
മുന്നോട്ട് ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറി. ആരും അറിയാതായി പ്രവൃത്തി ചെയ്തത്, ആരും കണ്ടില്ല. ഇവൻ കാട്ടത്തിയുടെ മേളിൽ കയറി വെച്ച് പമ്മി ഇരിക്കുക. യേശു വരുമ്പോ ഒന്ന് കാണണം. ഞാൻ ആ ഭാഗമൊക്കെ ധ്യാനിച്ചപ്പോ എനിക്ക് വളരെ സന്തോഷം. യേശു പുരുഷാരമായിട്ട് ഇങ്ങനെ വരിക. സക്കായി കാട്ടത്തിയുടെ മണ്ടയിലിരിക്കുന്നത് സക്കായിക്കും ദൈവത്തിനേ അറിയൂ. ഇന്നത്തെ സക്കായി തന്നെ പറയും ലൈവിലുണ്ടെന്ന് പറയും. കാട്ടത്തിയുടെ മണ്ടയിരുന്ന് ലൈവിലുണ്ട്, കാട്ടത്തിയുടെ ഫോട്ടോയും. പിന്നെ ഒരുത്ത എങ്ങനെ കാട്ടത്തിയെ കയറാം, അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ. അതൊന്നുമില്ല, പുള്ളി അവിടെ കയറിയിരിക്കും. യേശുവിനെ ഒന്ന് കാണാത്തറേ ഉള്ളൂ. ഈ നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റി തരും. വലിയ പുരുഷാരമായിട്ട് യേശു നടന്നങ്ങോട്ട് വന്ന് കാട്ടത്തിയുടെ ചോട്ട് വന്നപ്പോ യേശു മേളിലോട്ട് നോക്കി. എന്റെ ചിന്ത, പുള്ളി ഉരുണ്ട് വീഴാതിരുന്നത് വലിയ ഭാഗ്യമാണ്. കർത്താവ് പറഞ്ഞ് സക്കായിയെ ഉരുണ്ട് വീടരുത്, ഉരുണ്ട് വീടരുത് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുണ്ടെ തപ്പരുത്, ഉരുണ്ട് വീടന്നു. വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. വേഗം ഇറങ്ങി വാ. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോ ഇങ്ങനെ, യേശു യെരൂശലേമിലോട്ട് പോവുക. പ്രോഗ്രാം യെരൂശലേമിൽ ചെല്ലണം. പക്ഷെ ഈ നല്ല ആഗ്രഹത്തോടെ കാട്ടത്തിമേ കയറി യേശുവിനെ കാണാനിരുന്നവനെ കർത്താവ് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രോഗ്രാം ചേഞ്ച് ആക്കിയെന്ന്. ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. അതാ എൻ്റെ അർത്ഥം. ചാർട്ടേഡ് പ്രോഗ്രാമാ, യെരൂശലേമിൽ പോകേണ്ടതാ. പക്ഷെ ഇന്ന് രാത്രി പ്രോഗ്രാം ചേഞ്ച് ആക്കി നിനക്ക് വേണ്ടി. ഈ രാത്രി നിനക്ക് വേണ്ടി ദൈവം പ്രോഗ്രാം ചേഞ്ച് ആക്കും. ചിലര് നിന്നെ തകർക്കാനും നശിപ്പിക്കാനും ഒതുക്കാനും ഒക്കെ ചില പ്രോഗ്രാം ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ നീ കർത്താവിന്റെ സന്നിധിയോട് ചേർന്ന് നിന്നാൽ, യേശുവിനെ അറിഞ്ഞാൽ, യേശുവിനെ കണ്ടാൽ, സകല പ്രോഗ്രാമും ദൈവം തിരുത്തി മാറ്റും. ദൈവം വിശ്വസ്തനാണ്. കർത്താവ് സക്കായിയോട് പറഞ്ഞ് പ്രോഗ്രാം മാറ്റി. യെരൂശലേമിൽ പോകാനാ വന്ന, പക്ഷെ ഇന്ന് രാത്രി നിന്റെ വീട്ടില. നീ ഒന്ന് കാണാനല്ലേ ആഗ്രഹിച്ചത്? ഈ ബന്ധപ്പെട്ടതും ഓടിയതും വലിഞ്ഞു കയറിയതും ഒക്കെ അത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഒന്ന് കാണാനല്ലേ, ഇന്ന് രാത്രി മുഴുവൻ കണ്ടോണം. ഇന്ന് രാത്രി നിന്റെ വീട്ടില. അയ്യോ, അസൂയക്കാരുണ്ടായിരുന്നു അവിടെ കേട്ടോ. ഞങ്ങൾ എത്ര പ്രാവശ്യം പുള്ളി ഒരു പ്രോഗ്രാമിൽ വിളിച്ചതാ. പുള്ളി ഞങ്ങളുടെ അവിടെ ബിസി എന്ന് പറഞ്ഞു. ഇന്നാണ്ടെ ചുങ്കക്കാരൻ്റെ വീട്ടിൽ ഉടനെ പ്ലേറ്റ് തിരിച്ച ആൾക്കാർ. അല്ലെങ്കിൽ ഇവനും അതൊക്കെ തന്നെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. പുള്ളി ഇങ്ങനെ ഗിരിപ്രഭാഷണമൊക്കെ നടത്തുന്നേ ഉള്ളൂ. പുള്ളിക്ക് അവരുമായിട്ടാ. ആൾക്കാരെ പലതും പറഞ്ഞു. പക്ഷെ സക്കായിക്ക് ആനന്ദവും മാനസാന്തരം എന്നതിന്റെ ലക്ഷണമാണ്. യേശു ഒന്നും പറഞ്ഞില്ല, നിന്റെ വീട്ടിൽ താമസിക്കുന്നേ പറഞ്ഞോളൂ. ശിവന് യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അതുകൊണ്ട് ജീവൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരത്തിന്റെ ലക്ഷണം പറയാ ഗുരു, വസ്തുവിൽ പകുതി ദരിദ്രന്മാർക്കാണ് മാനസാന്തരമാ. യേശു അതൊന്നും പറഞ്ഞില്ല. എടാ നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കാം, പകുതി വസ്തു മറ്റുള്ളവർക്ക് എന്നെ സമ്മതിക്കുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ. അങ്ങനൊന്നും യേശു പറഞ്ഞേ. യേശു അങ്ങനെ പറയത്തില്ലല്ലോ. ഓ സ്തോത്രം. ഇവന് മാനസാന്തരം എന്നും പറഞ്ഞു, ഗുരു പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക. മാനസാന്തരം. അടുത്തത്, ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. നമുക്ക് മാനസാന്തരം വേണ്ടുമ്പോ അപ്പുറം ഒരു ദരിദ്രൻ കിടക്കുക, അവനെയും കൂടെ പറിച്ചു മാറ്റിച്ച് അതുകൂടെ കിട്ടുകാരനെ മതിൽ കുറച്ചുകൂടെ ഒന്ന് ഇറക്കുകയും ചെയ്യായിരുന്നു. വഴിക്ക് വീതി. അതാ നമ്മുടെ മാനസാന്തരം. സ്തോത്രം. ആട്ടെ, ഞാൻ ചിലക്ക്
ഒരു വല്ലായ്മ പോലെ തോന്നുന്നു. വെറുതെ എന്തിനാ, നിർത്തിയേക്കാം, ആ ഭാഗം വിട്ടേക്കാം. ശരി, മാനസാന്തരം, വീണ്ടും ജനനം. സ്തോത്രം. എലീശായുടെ മാനസാന്തരം അങ്ങനെ ആയിരുന്നു. 12 കാളെ വെച്ച് ഉഴുതോണ്ടിരിക്കുക. ധനാഢ്യനാ, 12 കാള. പുള്ളി ലാസ്റ്റ് ഉണ്ട്. ഏലിയാവ്, എന്റെ ഭാഷയാ, കുട്ടനാടൻ ഭാഷ, പരമ്പയെ കൂടെ. അന്നേരം കണ്ടത്തിലാണ്ട് ഒരുത്തനെ 12 കാളെ വെച്ച് ഉഴുന്നു. ഉടനെ തന്നെ പുറപ്പെടുത്ത്, സൂക്ഷം പുറപ്പ് അവന്റെ പുറത്ത്. നമ്മളന്ന് വൈകുന്നേരം വരെ എറിഞ്ഞാലും ഒരു പുറപ്പും അവന്റെ ദേഹത്ത് നമുക്ക് ഉന്നമില്ലല്ലോ. ഇവിടെ നമ്മൾ പറയും ദീർഘവർഷങ്ങളാണ് ഞാൻ പുതപ്പെറുകയാണ്. ഒറ്റയോരുത്തന്റെ ദേഹത്ത് വീണിട്ടില്ല. പുള്ളി പുതപ്പിട്ട ഉടനെ എലീശായുടെ പുതപ്പ് വീണ ഉടനെ പുള്ളി ഉഴവങ്ങ് നിർത്തി. പുള്ളിക്ക് മനസ്സിലായി ഇത് വിളിയാ. നമ്മളാണെ പുതപ്പ് പുതച്ചോണ്ട് പിന്നെ ഉഴുക. ദൈവം തന്നതായി തണുപ്പത്ത് പുതപ്പൂടെ. എലീശായുടെ മാനസാന്തരം കറക്റ്റാ. അന്നേരം ഉഴവങ്ങ് നിർത്തി, കരക്കോട്ട് കയറി, കാളെ കണ്ടിച്ചു. ഈ പണിക്കിനി ഇല്ലെന്നാ കലപ്പയും വെട്ടി കയറി. നമ്മളന്ന് കാളെ ഒറ്റയ്ക്കും കൊടുക്കും, കലപ്പ കന്നാലിക്കൂടിന്റെ മേളിലും എടുത്തു വെക്കും. അഥവാ എന്തേലും കുമ്പനാട്ടോ മുളക്കൊടയിലോ പുനലൂരോ ചെന്ന് അഥവാ ഒരു പരിവക്കാണ് തിരിച്ചു വന്ന് മനസ്സിലാകാഴിയാന്നോ ഒത്തോണ്ട് തന്നെ ആകുകയാന്നോ. അന്നേരം പുള്ളി ഉഴവ് നിർത്തി കരക്കോട്ട് കയറി, കലപ്പ കെട്ടി കയറി, കാളെ മുറുക്കി. പിന്നെ എലിയാവിനോട് പറഞ്ഞു, പിന്നെ ഒരു ഉപകാരം, അച്ഛനോടും അമ്മയോടും ഒന്ന് പറഞ്ഞേച്ച്. അത് ന്യായമായ കാര്യമാ, പ്രായമുള്ളവരോട് പറയണ്ടായോ? പുള്ളി പറഞ്ഞേച്ച് വരാന്ന് പറഞ്ഞ് ചിതിരിച്ചു വന്നെന്നുള്ളതാ. നമ്മൾ പിന്നെ തിരിച്ച് ആ വഴിക്ക് മാനസാന്തരം ശരിയാ. സ്തോത്രം. ഇനി നമ്മുടെ വിഷയത്തിൽ വരാം. വീണ്ടും ജനനം. അപ്പോൾ നിങ്ങൾ വിഷയം വിട്ടുപോകരുത്. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞ് പുള്ളി വിഷയമെല്ലാം വിട്ടുപോയി മറന്നു. അല്ലല്ല, കൗലടയം കയറിയ കാര്യമായി പറഞ്ഞു വരുന്നത്. യഹൂദ ഗോത്രത്തിൽ കൗലടയം കയറി. യഹൂദയ്ക്ക് മരുമകളാകുന്ന താമാറിൽ കൂടി 2 പിള്ളേര് ജനിച്ചു. അത് കൗലടയന്മാരാ. കൗലടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അതുകൊണ്ട് യഹൂദയ്ക്ക് നിന്ന് പ്രാരംഭത്തിൽ രാജാവിനെ എഴുന്നേക്കാൻ ഒക്കത്തില്ല. ഈ ശാപം കിടക്കുക, കൗലടയന്റെ ശാപം. 10 തലമുറ. അപ്പൊ യഹൂദയിൽ നിന്ന് രാജാവ് വരേണ്ടത്. പക്ഷെ ആദ്യം വന്നത് എവിടുന്നാ? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാ. യഹൂദയിൽ നിന്ന് എന്തുകൊണ്ട് വന്നില്ല? അതാ കൗലടയം കയറിയത് കൊണ്ട്. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് എന്തുകൊണ്ടാ വന്നത്? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഈ രാജാവ് വരാൻ കാരണം ഓടിച്ചു പറയാം, സമയത്തെ ഭയപ്പെടുന്നത്. വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയാ ബെന്യാമീൻ നിന്ന് രാജാവ് ആദ്യം വന്നത്. വല്യമ്മച്ചിയാകുന്ന റേച്ചല് ചരിത്രമൊന്നും വിസ്തരിക്കുന്നില്ല. അല്പം അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, സൗന്ദര്യത്തിന്റെ ഒരു ചെറിയ അഹങ്കാരവും. ചേട്ടത്തിയുടെ കണ്ണ് അത്ര നല്ലതല്ല, ഇത് നല്ല കണ്ണും മൂക്കും ഒക്കെയാണ്. തന്നെയല്ല, ജേക്കബിന് ഇഷ്ടപ്പെട്ടത് റേച്ചലിനെയാണ്. അവരാ ജോഡി. മറ്റേത് പിന്നെ ഇങ്ങനെ ഒരല്പം അഹങ്കാരമൊക്കെ ഉണ്ട്. അല്പമല്ല, റാഗേല് മരുക്കമില്ലാത്ത പശുക്കിടാവെന്ന. മരുക്കമൊന്നുമില്ല, അഹങ്കാരിയായിരുന്നു. സൗന്ദര്യം ഉണ്ട്, അതിന്റെ ഒരു ഹുങ്കും അഹങ്കാരം ഉണ്ടായിരുന്നു. അതിനൊരു തെളിവ് ഒരിക്കൽ യാക്കോബിനോട് പറഞ്ഞു, നീ എനിക്ക് പിള്ളേരെ തന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. ആത്മഹത്യയുടെ ഭീഷണി സ്വരമൊക്കെ അങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു തരുമെന്ന്. അകത്തോട്ട് കയറി കഥക് വലിച്ചടച്ച് കുറ്റിയിട്ട് അനക്കവുമില്ല. അവൻ ഇങ്ങനെ പമ്മിയിരിക്കുക, അനക്കവും. അവള് ഫാൻ നന്നായിട്ട് ഇടച്ച് കിടന്ന് ഉറങ്ങുക. അവൻ വെപ്പറാളപ്പെട്ടിരിക്കുക. ലിസി. രാത്രി ആരെങ്കിലും വിളിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പനെ അമ്മയും വിളിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. സഹോദരങ്ങളെ വിളിച്ച് പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. എന്നാ പാസ്വേഡ് പറയാൻ പറ്റുമോ? ആരോടും പറയാനൊക്കത്തില്ല. ചിലപ്പോ ഇരുന്ന് നേരം വെളുപ്പിക്കുക. ആള് ഊമായിട്ട് കിടന്ന്
നല്ല പൂണന്റെ തീറ്റിൽ നിന്ന് കയറി കിടക്കുക. നേരം വെള്ളത്തപ്പോൾ അവള് സുഖമായിട്ട് ഇറങ്ങിയേച്ച് വന്ന് അവൻ സെറ്റ് ചെയ്യുന്ന കണ്ണും മുഖം എല്ലാം ഇടിപ്പിച്ച്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നിങ്ങൾ പറയാം പാസ്റ്റർ ആ കാര്യം കുറച്ചുകൂടെ പറ, അവളും വന്നിട്ടുണ്ട്, അവൾ എന്നെ അങ്ങനെ ഒന്ന് പണ്ട് ചെയ്തു. ഞാൻ പറയുമ്പോഴാണ് പ്രശ്നം. പാസ്റ്റർ പറഞ്ഞു നന്നായിട്ട് പറ, അവള് കേൾക്കട്ടെ, ഇന്നെങ്കിലും ഗുണപ്പെടുന്നെങ്കിൽ. തിരിച്ചങ്ങോട്ട് വാങ്ങരുത്. ഇവള് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി. തന്നില്ല ഞാൻ. അക്കോ പറഞ്ഞു അയ്യോ എന്തോ വർത്താനാ പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ പക്ഷത്താണോ? നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം ആ മക്കളെ തരുന്നേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള അപ്പന്റെ വീട് വിട്ടപ്പം വിഗ്രഹം അടിച്ചു മാറ്റി. അമ്മാമ്മ കൊച്ചുണ്ണിയുടെ പെങ്ങളായിട്ട് വരും. പിന്നെ എന്ത് കലാപരമായിട്ട് അടിച്ചു മാറ്റി ഒട്ടോ കോപ്പിനകത്തിട്ട് അത് കൊണ്ടുവന്നു. സ്തോത്രം. അപ്പം വന്ന് പരിശോധിച്ചു പറഞ്ഞു ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയായി എഴുന്നേക്കത്തില്ല. ഞങ്ങള് ഇവിടുത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പാ വിരിച്ചാൽ ആശീർവാദം കഴിയാതെ പാ മടക്കുകയല്ല, അവൾ അവിടെ തന്നെ അങ്ങ് ഇരിക്കുക. അപ്പം അപ്പന് ഓർത്ത് ആട്ടെ ഇവള് വീട്ടിൽ വെച്ചോ ഉപവസിച്ച് പ്രാർത്ഥിക്കല്, വെടുപ്പിളയിൽ വന്ന് അപ്പനും വലിയ സന്തോഷം. അപ്പൊ ചെന്ന് അമ്മയോട് പറഞ്ഞു അവള് പഴയതുപോലല്ല, ഫാസ്റ്റിംഗ് പ്രയറാണ്. എന്തെല്ലാം സൂത്രവിദ്യകളാ. പക്ഷേ എബ്രാത്തിലെത്താൻ അല്പ ദൂരം കൊള്ളപ്പോൾ ഇവള് പ്രസവിക്കാൻ പോവുക. റാഹേല് അപ്പനെ കളിപ്പിച്ചു, ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി. ചേട്ടത്തിയോട് കൊമ്പായിരുന്നു, ലേയായോടെ. ഇടയ്ക്ക് പറഞ്ഞ ഞാൻ എൻ്റെ സഹോദരിയോട് നല്ല പൊരുതിയത്, ഭയങ്കര പോരാ. ഞാൻ എൻ്റെ സഹോദരിയോട് നന്നായിട്ട് പോര് പിടിക്കും. ആരാ? ഒന്നും അറിയാൻ മേല. എന്നാ പാസ്റ്റേ പോര്? അമ്മായിമ്മയും മരുമകളും നന്നായിട്ട് പോര്. ഇപ്പൊ പ്രാർത്ഥന ആയതുകൊണ്ടെല്ലാം പമ്മി ഇങ്ങനെ പോരറിയത്തില്ലേ? നല്ലതുപോലെ പോരെടുക്കാൻ അറിയാം. ഞാൻ എൻ്റെ സഹോദരിയോട് നല്ല പൊരുതി ജയിച്ചെന്ന്. അപ്പൊ നന്നായിട്ട് പോരെടുക്കാൻ അറിയാം. ചേട്ടത്തിയോട് ഗുസ്തി, അഹങ്കാരമുണ്ട്, കലാപരമായിട്ട് അടിച്ചു മാറ്റാൻ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിന് ഭീഷണിയുടെ മെസ്സേജ്, ഒരു കയറിങ്ങനെ കുരുങ്ങി കിടക്കുന്നതും പുള്ളിക്ക് മെസ്സേജ് വിടുക. മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഭീഷണിപ്പെടുത്തുക. എന്നെ എല്ലാവർക്കും ഒരു വിവരിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പടിയുണ്ട്. പക്ഷേ എബ്രാത്തിലെത്താൻ അല്പ ദൂരമുള്ളപ്പോൾ ഇവള് പ്രസവിക്കുക. ആ പ്രസവത്തോടുകൂടി ഒരു ആൺകുട്ടിയെ കിട്ടി. അവൾ അവനെ ബെനോനി, ദുഃഖത്തിന്റെ വേദനയുടെ പുത്രൻ. അവന്റെ അപ്പനുടനെ അവന് ബെന്യാമീൻ, വലങ്കയുടെ പുത്രൻ പേരിട്ടു. ഈ പ്രസവത്തോടുകൂടി റാഹേൽ മരിക്കുക. വേദപണ്ഡിതാക്കൾ പറയുന്നത്, നിങ്ങൾ അമ്മമാരും പെങ്ങന്മാരും വിദ്യാഭ്യാസം ഉള്ളവരും ആതുര ശുശ്രൂഷ രംഗത്തും ചിലപ്പം പരിചയസമ്പന്നത കാണും. പ്രസവത്തോടുകൂടി ഇവള് മരിക്കുക. അതിനെപ്പറ്റി പറയുന്നത് ഈ ബ്ലഡ് പൂർണ്ണമായിട്ട് പോയി, അങ്ങനെ മരിക്കുന്നത്. കഠിനവേദന എന്നൊരു പദം ബൈബിളിലുണ്ട്. ഇവിടെ മരണത്തോട് ബന്ധപ്പെട്ട് കഠിനവേദന.
ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ജീവൻ രക്തത്തിലാ, ജീവൻ ഇങ്ങനെ പോവുക, ബ്ലഡ് നിൽക്കുന്നില്ല. ഞാൻ ഭയത്തോടാ ഇത് സംസാരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഏത് വിഷയത്തിൽ അപ്പനോട് കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടുക. ജീവൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവക്ക് മനസ്സിലായി ഇനി അധിക നേരം ജീവിതമില്ല. ആ സമയത്ത് ഇവള് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് കാര്യമെല്ലാം പറഞ്ഞു. യിരെമ്യാ പ്രവചനത്തിന്റെ 30-ാം അധ്യായത്തിലല്ലയോ നമ്മൾ വായിക്കുന്ന, റാമയിൽ ഒരു ശബ്ദം കേൾക്കാൻ, റാഗേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അവർക്കില്ലായ്കയാൽ, അങ്ങനല്ലേ വാക്യം? കണ്ടോ മോളെ? റാമയിൽ ഒരു ശബ്ദം കേൾക്കാൻ, റാഗേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു, അവർക്കില്ലായ്കയാൽ. കണ്ടില്ല? റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. മക്കളെ ചൊല്ലി കരയുക, മരിക്കാൻ പോവാ, മക്കളെ ചൊല്ലി കരയാൻ കാര്യം പറയാം. യോസേഫിന് 9 വയസ്സ്, ഇപ്പം ചോരക്കുഞ്ഞ് ബെന്യാമീൻ, ഇവർക്ക് അവകാശമൊന്നുമില്ല. രൂബേന് ജ്യേഷ്ഠാവകാശം, ശിമയോന്റെ പ്രസ്ഥാനം, ലേവിക്ക് പൗരോഹിത്യം, യഹൂദന്റെ രാജത്വം. 11-ാമത്തെ അവകാശമൊന്നും നല്ലത് കിട്ടാനില്ല. ബെന്യാമീൻ ചോരക്കുഞ്ഞ, അമ്മ മരിക്കാൻ പോവുക. അപ്പൊ ആകെ കൂടെ ചിന്തിച്ചപ്പോ ലേയായുടെ പിള്ളേർക്ക് പദവിയെല്ലാം പോയി, ഇവള് മരിക്കാൻ പോവുക, കൊച്ചുങ്ങൾക്ക് നല്ല അവകാശവും ഇല്ല. ഒന്നുകൂടെ വായിച്ച ആ പദം. റാഹേല് മക്കളെ ചൊല്ലിക്കരയുക, യോസേഫും ബെന്യാമീനും ചൊല്ലിക്കരഞ്ഞു, മരിക്കാൻ പോവുക, കരഞ്ഞു. ഇവർ ഇല്ലായ്ക്ക് എന്ന് പറഞ്ഞ അവർക്ക് നല്ലതൊന്നും ഇല്ലെന്ന്, അവർക്ക് നല്ല അവകാശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആശ്വസിക്കാൻ ഒക്കുന്നില്ല. അടുത്തത് അതേതാ? പുതിയ നിയമത്തിലെയാണോ വായിക്കുന്നത്? പഴയ നിയമത്തിലെ വായിച്ചു, അവിടെ അത് എഴുതിയേക്കുന്നത്. 31:15 വായിച്ചേ. റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്ന, റാഗേൽ നല്ല അവകാശങ്ങളൊന്നും കിട്ടാനില്ല. രൂപേന് ജ്യേഷ്ഠാവകാശം, ശിമയോന്റെ പ്രസ്ഥാനം, ലേവിക്ക് യഹൂദക്ക് രാജത്വം പോയി. മെയിൻ എല്ലാം ചേട്ടത്തിന്റെ പിള്ളേർക്ക് പോയി, ഇവിടെ പിള്ളേർക്കൊന്നും ഇല്ല. അതുകൊണ്ട് കരയുക, തന്നേലും അമ്മ മരിക്കാൻ പോവുക. അടുത്ത വാക്യം. അപ്പൊ ദൈവം എന്നാ പറഞ്ഞേ? യഹോവയുടനെ ഇപ്രകാരം അരുളി ചെയ്തു, കരയാതെ സമാധാനപ്പെട്ട് കരയാതെ. നീ ഏതായാലും സമ്മതിച്ചല്ലോ, കാര്യമൊക്കെ തുറന്നു പറഞ്ഞല്ലോ. ഈ സമയത്ത് ഇവള് തന്റെ കുറവുകളും കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. കർത്താവെ, അഹങ്കാരമുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അടിച്ചു മാറ്റിയിട്ടുണ്ട്, നെകളമുണ്ട്, ചേട്ടത്തിയോട് കൊമ്പ് കൊടുത്തു, നന്നായിട്ട് പോരാടിയതാ, അതെല്ലാം എന്നോട് ക്ഷമിക്കണം. എന്റെ കുറവുകളാ, എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണം, എന്നെ കൈക്കൊള്ളണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും വരുത്തരുത്. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, കരയാതെ നിന്റെ കണ്ണുനീര് അടക്കിക്കൊള്ളുക, ഒരു പ്രതിഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്തോത്രം. നീ ഇപ്പൊ ഏറ്റു പറഞ്ഞല്ലോ, അനുദപിച്ചല്ലോ, ജീവിതത്തിന്റെ പോരായ്മകളൊക്കെ സമ്മതിച്ചല്ലോ, മരിക്കുന്ന സമയത്തെങ്കിലും സമ്മതിച്ചല്ലോ. അഹങ്കാരമുണ്ട്, തന്നിഷ്ടമുണ്ട്, ഹുങ്കുണ്ടായിരുന്നു, ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി, ചേട്ടത്തിയോട് കുസ്തിയെടുത്തു, സൗന്ദര്യത്തിന്റെ ഒരു തണ്ടുമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നീ ഇപ്പൊ സമ്മതിച്ചല്ലോ. കുറ്റങ്ങളൊക്കെ സമ്മതിച്ചു. അതുകൊണ്ട് കരയാതെ കണ്ണീരടക്ക്, നിന്റെ പ്രവർത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. സ്തോത്രം. അങ്ങനെ റാഹേൽ അവിടെ വെച്ച് മരിച്ചു, വഴിയരികെ അടക്കി. ഈ പ്രാർത്ഥന സ്വർഗം കേട്ടു. അതുകൊണ്ടാ ഇസ്രായേലിൽ ഒരു രാജാവിനെ അന്വേഷിച്ചപ്പോൾ ആദ്യം ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവന്നു. ഈ വല്യമ്മച്ചിയുടെ പ്രാർത്ഥന ഇവിടെ കിടക്കുക. ഒരു കാര്യം മാതാപിതാക്കളോടും വിശേഷിച്ച് അമ്മമാരോട് പറയാ, നീ അനുദപിച്ചും പ്രാർത്ഥിച്ചും അവൻ നിലവിളിച്ചും യഥാസ്ഥാനപ്പെട്ടും ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ല, നിന്റെ സന്തതിക്ക് ഒരു കുഴപ്പവും വരികയില്ല.
ലഭിക്കുന്ന സമയം ജീവിതത്തിന്റെ കുറവുകൾ പോരായ്മകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധി നമ്മെ ഒന്നുകൂടെ താഴ്ത്തി, കർത്താവെ തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മയുണ്ട്, മോക്ഷത്വമുണ്ട്, അപാകതയുണ്ട്, ക്ഷമിക്കണം, പൊറുക്കണം, ഇനി മേലിൽ ആവർത്തിക്കത്തില്ല, കൈക്കൊള്ളണം, തള്ളിക്കളയരുത്, കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും വരരുതെന്ന് ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരോട് വചനത്തിൽ കൂടെ ദൂത് പറയുക. നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല, നിന്റെ സന്തതി അനപ്പതിക്കാൻ അനുവദിക്കത്തില്ല. തക്ക സമയം വരുമ്പോൾ നിന്റെ സന്തതിയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു രാജാവിനെ വേണമെന്ന് ഇവർ ശഠിച്ചപ്പോൾ ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകനാകുന്ന അവൻ ശൗലിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. കഴുതകളെ കാണാതെ പോയി. ഒടുവിൽ ശൗമേലിന്റെ പിടിയിൽ ചെന്ന് പെട്ടു. പിറ്റേന്ന് അവിടെ നിന്ന് പോകാൻ നേരത്ത് ശൗമേൽ പറഞ്ഞു, ഭൃത്യനോട് മുമ്പേ പോകാൻ പറ, നീ അവിടെ നിൽക്കുക, എനിക്ക് നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് പറയാനുണ്ട്. അപ്പോൾ ശൗമേൽ തൈലപാത്രത്തിൽ തൈലം കൊണ്ട് അവൻ ശൗലിന്റെ ശിരസിൽ അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, അവൻ ദൈവം നിന്നെ ഇസ്രായേലിന്റെ പ്രഭുവാക്കി തീർത്തിരിക്കുന്നു. ഇന്ന് നീ എന്നെ പിരിഞ്ഞ് സെൽസകിൽ റാഹേലിന്റെ കല്ലറക്കരികെ ചെല്ലുമ്പോൾ രണ്ടാളെ കാണും. അവിടെയും പറഞ്ഞു കൊടുക്കുക, നീ റാഹേലിന്റെ കല്ലറക്കരികെ കൂടാ പോകുന്നത്, സൂക്ഷിച്ചോണം. പറയാം നിന്റെ വല്യമ്മച്ചി ഇച്ചിരി അഹങ്കാരവും താന്നിഷ്ടവും കുങ്കും ഇച്ചിരി സൗന്ദര്യത്തിന്റെ മുഷ്കും ഇച്ചിരി ശ്രേഷ്ഠതയും കൊമ്പ് കോർത്തതും പോരാടിയതാ. അവസാനം അപ്പന്റെ വിഗ്രഹവും അടിച്ചു മാറ്റി. അപ്പം നൂടുപാട് പരിശോധിച്ചിട്ട് അംഗീകരിച്ചില്ല, ഏറ്റു പറഞ്ഞില്ല, ഉപേക്ഷിച്ചില്ല. ഒടുവിൽ സംഭവിച്ചത് മക്മേലെ പോകാനൊത്തില്ല, വഴി വെച്ച് തീർന്നു, വഴിയരികെ അടക്കി. ശൗലിനോട് പറയാ, നീയും പ്രമാണം കാക്കാതെ, പ്രതിഷ്ഠയില്ലാതെ, വ്യവസ്ഥയില്ലാതെ, അനുസരിക്കാതെ പോയാൽ വല്യമ്മച്ചിയുടെ ഗതി വരരുത്. അതുകൊണ്ട് കല്ലറ കണ്ടേച്ച് വേണം അങ്ങോട്ടൊന്ന്. അല്ല, കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിക്കാനല്ല പറഞ്ഞേ. ഇന്ന് കാര്യമല്ല, ഓർത്തെന്നാ ഒരു കൂടി മെഴുകുതിരി വല്യമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ വല്യമ്മ പ്രമാണത്തിൽ നിൽക്കാതെ അനുദപിക്കാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് കൊണ്ട് അവൾക്ക് മക്പേലായിൽ അടക്കം കിട്ടിയില്ല. ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളത് പറയുന്നത്, ഈ റാഹേലിനെ അടക്കിയെടുത്ത് നിന്നാണ്ട് 100 മൈലൂടെ ചെന്ന മക്പേലായി ചെല്ല ഒത്തില്ല. പക്ഷെ 1000 മൈലോളം അപ്പുറം കിടന്ന യാക്കോബിനെ അവിടെ കൊണ്ടടക്കി. യാക്കോബ് മിസ്രയീമിൽ വെച്ചാ മരിച്ചത്. മക്കളെല്ലാരും ഉണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത്. പിള്ളേരാരും കാലെടുത്ത് വെക്കല്ല, പുള്ളി തന്നെ കാലെടുത്ത് വെക്കുകയായിരുന്നു. തന്നെത്താൻ കൊച്ചുങ്ങളോട് പറയേണ്ടതെല്ലാം പറഞ്ഞേച്ചു വാചാത്തത്, അല്ലാതെ അപ്പം തീർന്ന് അങ്ങനല്ല. അപ്പച്ചൻ മരിക്കാൻ തീർത്ത് എന്തേലും പറഞ്ഞു ഏതാണ്ട് പറയാൻ അങ്ങനൊന്നും അല്ല. കൊച്ചുങ്ങളോട് പറയേണ്ടതെല്ലാം പറഞ്ഞ് ആജ്ഞാപിച്ച് തീർന്ന ശേഷം കാലെടുത്ത് ആ യാക്കോബിന്റെ മക്കളെല്ലാം കൂടെ ചേർന്ന് തൈലലേപനം ഒക്കെ നടത്തി. മിസ്രയീമിലെ കോവിൽ അധികാരികൾ വരെ വന്നു. ആ ഡെഡ് ബോഡിയും വഹിച്ചു വിലാപയാത്ര അങ്ങ് മക്വേലായി കൊണ്ടുപോയി. ഏതാണ്ട് 1000ഓളം മൈൽ ദൂരം കൊണ്ടടക്കി. പക്ഷെ 100 മൈലിനിപ്പുറം വന്നവർക്ക് ചെല്ലാനൊത്തില്ല. അതുകൊണ്ടാണ് ശൗലിനോട് പറഞ്ഞത്, നീ ഇത് അഭിഷേകമൊക്കെ പ്രാപിച്ച് രാജാവായി തൈലമൊക്കെ നിന്നെ പ്രഭുവാക്കിയിരിക്കുക. നിന്റെ വല്യമ്മച്ചിയുടെ പ്രാർത്ഥനയുണ്ട്, പക്ഷെ വല്യമ്മച്ചിയുടെ കല്ലറയും കൂടെ കണ്ടേച്ച് അങ്ങോട്ട് ഇനി ഓടിച്ചങ്ങ് മുമ്പോട്ട് പോകാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ വേറെ രീതിയിലൊക്കെ അങ്ങ് പറഞ്ഞ് നിങ്ങൾ ചിലര് വചനം ആസ്വദിക്കുന്നവരുള്ളത് കൊണ്ട് എനിക്ക് സന്തോഷവുമാണ്. അപ്പൊ ഈ ശൗല് ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിന്റെ മകനാ യോനാഥാന്റെ മകനാ മെബീബോശത്ത്. ആ മെബീബോശത്തിനോട് 9:7 ദാവീദ് രാജാവ് പറയാ, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു, നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ നിലവല്ല ഞാൻ നിനക്ക് മടക്കിത്തരും, നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോണം. അപ്പൊ ഈ ദാവീദ് മെബീബോശത്തിനോടാ പറയുന്നത്. മെബീബോശത്ത് ആരാ? യോനാഥാന്റെ മകൻ. അതല്ല അങ്ങനെ പറയാൻ കാര്യം, ഈ യോനാഥാനും ദാവീദുമായിട്ട് ഒരു ഉടമ്പടി നടത്തിയായിരുന്നു. ആ 9:1 വായിച്ചേ. 9:1. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം, മൈക്ക് കൂടെ വായിക്കും മോളെ, മൈക്ക് കൂടെ വായിക്കും. മൈക്ക് എന്ത് ചെയ്യേ? ഇല്ലല്ലേ? എന്നാ വേണ്ട. ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു. അപ്പൊ ഈ യോനാഥാനും
ദാവീദുമായിട്ട് ഉടമ്പടി നടത്തി. ഈ യോനാഥാനും ദാവീദിനും ഉറ്റ മിത്രങ്ങളാ, വലിയ സ്നേഹിതരാ യോനാഥാനും ദാവീദും. ഈ സ്നേഹം അടുപ്പം വരാൻ കാര്യം എന്റെ ഭാഷ പറഞ്ഞ ഒരു ശുശ്രൂഷയാ വിഷയം, ഒറ്റ ശുശ്രൂഷ. മല്ലനാകുന്ന ഗോലിയാത്ത് 40 ദിവസം വെല്ലുവിളിച്ചിട്ട് ഇസ്രയേലിൽ ഒറ്റ ഒരുത്തം കയറി ഏറ്റില്ല. അന്നേരം ഒരു പയ്യൻ ഒരു കവണ ഒരു കല്ലും 5 കല്ലും ഒരു കവണ ഒരു വടിയും വന്നേച്ച് അവൻ ആ ഒരു കല്ലെടുത്ത് കവണയെ വെച്ച് ഒറ്റ ഏറ് കൊടുത്തു. സൂക്ഷം അവന്റെ തിരുനെറ്റി കവണ് വീണു. 40 ദിവസമായിട്ട് കിടന്നും പിന്നെ ഫയർ കോൺഫറൻസ്, ആ ഫയർ മീറ്റിംഗ്, ആ തീമഴയാണ്, അഗ്നിമഴയാണ്, അപ്പിടിയാ ഇപ്പിടിയാ ടച്ച് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുക. റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പടല് വെട്ടിക്കുന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. അന്നേരം ഇവനെ വലിയ വെപ്രാളം വന്ന് വലിയ ചെറുക്കൻ വന്നേച്ച് നോക്കിയപ്പോ നല്ല നെടുപ്പത്ത് നിൽക്കുക. അവന് കൃപയെ നിന്നേച്ച് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണയെ വെച്ച് വീശി ഒറ്റ ഏറ് കൊടുത്ത് സൂക്ഷം തിരുനെറ്റിക്ക് കവണ് വീണു. അന്തം വിട്ടു പോയില്ലായിരുന്നു. കവണ് വീണ ഉടനെ ഫോട്ടോ എടുക്കാൻ പോവല്ലായിരുന്നു. അവൻ ഓടി അങ്ങോട്ട്, പയ്യനല്ലേ, ഓടി, എന്റെ ഭാഷയാ, ഓടി അങ്ങോട്ട് ചെന്ന് ഈ ഗോലിയാത്തിന്റെ നെഞ്ചത്ത് കയറി വെച്ച് അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാള് തന്നെ വലിച്ചൂരി പടഞ്ഞിഞ്ഞു വെട്ടി. ഈ കാഴ്ച യോനാഥാനെ പിടിച്ച് കുലുക്കി. അപ്പന് നല്ല തോൾപ്പൊക്കം ഉള്ളതുണ്ട്, ഭയങ്കര കുടുംബക്കാരാ, ഭയങ്കര തോൾപ്പൊക്കം ഉണ്ട്, കാശുണ്ട്, കീശിന്റെ മകനാ, പക്ഷെ ശുശ്രൂഷയ്ക്ക് കൊള്ളുകയില്ല. എടുപ്പൊക്കെ ഭയങ്കര, നമ്മൾ പറയാം നല്ല ഫിഗറാ, ആശീർവാദം പറയാൻ അറിയാൻ മേല. അങ്ങനെയുള്ളവരുണ്ട്. ആ ഇരിപ്പും പോക്കും കണ്ട നമ്മളവർക്ക് ഒരു 9 ആശീർവാദം ഒന്നിച്ച് പറയുമെന്ന്. പണ്ടൊരാളോട് പറഞ്ഞ ആശീർവാദം പറയാം, പുള്ളി പറഞ്ഞ ആശീർവാദം. ഒന്ന് അടുത്തിരുന്ന് ചൊവ്വനെ പറ, ചൊവ്വൻ ആശീർവാദം. പുള്ളിക്ക് ഇതെന്നാന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ യോനാഥാൻ ഈ വിഷയം പുള്ളിയെ പിടിച്ച് കുലുക്കി. എടാ കൊള്ളാമല്ലോ പയ്യനെ, ചെറുപ്പക്കാരൻ കൊള്ളാം. അതുകൊണ്ട് യോനാഥാൻ ചെന്ന് ഇവരുമായിട്ടങ്ങ് ചങ്ങാത്തില. വായിച്ചേ 18:1, ശൗമേലിന്റെ 1-ാം പുസ്തകം 18:1. അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് പറ്റിച്ചേർന്നു. കാരണം 17-ാം അധ്യായത്തിലാണ് ഗോലിയാത്തിനെ താഴെ ഇടുന്നത്, എറിഞ്ഞ് താഴെ ഇടുന്നത്, അവന്റെ തലയെല്ലാം വെട്ടുന്നത്, അവന്റെ ഉറയുന്ന, അവന്റെ വാളൂരി, അവന്റെ തല. എന്താ ഇതിന്റെ ആത്മീയത്വം? ഇതാണ് കാൽവറിയിൽ നടന്നത്. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാച് ഉൽപ്പത്തി 3 മുതൽ മരണം വിതച്ചോണ്ടിരിക്കുക. മരണം ശാപത്താലാന്നല്ലോ ഇത് സംഭവിച്ചത്. വഞ്ചകനാകുന്ന പിശാചിന്റെ പ്രേരണയാൽ പാപം ചെയ്ത് അന്ന് മുതലാന്നല്ലോ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുക. ഇതിങ്ങനെ മരണം വിതച്ചോണ്ടിരിക്കുക. അവൻ മരണത്തിന്റെ അധികാരിയായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുക, മരണം വിതയ്ക്കുക. ആ മരണത്തിന്റെ അധികാരിയാകുന്ന ഗോലിയാത്ത് ഇങ്ങനെ നിൽക്കുക, കൊല്ലും കൊല്ലും കൊല്ലും. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ സ്തോത്രം ദാവീദ് എന്ന് അവന്റെ ഉറകിൽ നിന്ന് അവന്റെ വാളെടുത്ത് അവന്റെ പടല് കണ്ടിച്ചത്. ഇതാണ് കാൽവറിയിൽ നടന്നത്. മരണത്തെ എന്റെ അധികാരിയാകുന്ന പിശാചിനെ യേശു ക്രിസ്തു മരണത്താൽ തന്നെ ജയിച്ചു. ആ വാളൂരിയെ വെട്ടി സ്തോത്രം അവന്റെ ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടിയിരിക്കുക. മരണാധികാരിയായിരുന്ന ഘോരനാംബിജാതിനെ മരണത്തിനാലെ നീക്കി മൃത്യുഭീതി തീർത്തനാഥനെ മരണത്തിനാലെ നീക്കി മൃത്യുഭീതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് കാൽവറിയിൽ നടന്നത്. യേശു അതിന്റെ മേൽ ജയമെടുത്തു. ഇതൊരു നിഴലാണ്. ദാവീദ് ഈ കാര്യം നടത്തിയപ്പം യോനാഥാന്റെ ഹൃദയം അങ്ങ് പറ്റിച്ചു വരുന്നു. സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഇവര് വലിയ ചങ്ങാത്തമായി. ചങ്ങാത്തമൊക്കെ ആയെങ്കിലും അപ്പനങ്ങ് അസൂയയായി ശൗലിനെ. എന്നാ എന്നെ കൊണ്ടൊക്കാത്തത് ഒരുത്തൻ ചെയ്തതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യണ്ടേ? അല്ലേ?
നമ്മളെ കൊണ്ടാക്കാത്തൊരു കാര്യം വരാം. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് രോഗി സൗഖ്യമായില്ല, ഇദ്ദേഹം പ്രാർത്ഥിച്ച് ഞാനിവിടെ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണ്ടേ? പിന്നെ ഞാനെന്ന് പറയാം സേവയുണ്ടെന്നാ തോന്നുന്നത്. സേവ അതാണോ എന്റെ മര്യാദ? ആണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അവിടെ ആര് കുത്തിയാലും അരി വെളുക്കട്ടെ, അരി വെളുക്കട്ടെ. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുമ്പോ ആരും സ്തോത്രം പറയുന്നില്ല, വേറൊരാൾ പ്രസംഗിക്കുമ്പോ സ്തോത്രം പറയുമ്പോ ഞാനിവിടെ ചേർന്ന് പറയല്ലേ എന്റെ മര്യാദ? എന്നാ നമ്മൾ മുരടുക്കാം. ഇതൊന്നും ഒരു നല്ല സ്വഭാവമല്ല. എന്നെ കൊണ്ടക്കാത്തത് വേറൊരാൾ ചെയ്യുമ്പോൾ സന്തോഷിക്കണം. ദൈവനാമം മഹത്വപ്പെടട്ടെ, അല്ലേ എന്റെ മര്യാദ? ഇയാള് 40 ദിവസം നിന്ന് ഗ്ലോറി വിക്ടറി കാൽവറി എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ചാടിയതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ ചെറുക്കൻ വന്ന് അവനെ തല്ലിക്കൊന്നു, അവന്റെ കടുത്തും കണ്ടിച്ചു, സന്തോഷിക്കല്ലേ വേണ്ടത്? ഇയാളുടനെ ഇടയ്യ നിന്ന് ഇടയ്യ മാത്രമല്ല, കയ്യിലൊരു കുന്തമുണ്ട്, എപ്പ കണ്ടാലും കുത്തും. എപ്പ കണ്ടാലും ഈ ആത്മീകനും ജഡീകനും, ഞാൻ പകല് പറഞ്ഞല്ലോ അബ്രഹാമിനോട് ബന്ധപ്പെട്ട്, ഇവിടെ ഉണ്ട് ആത്മീകനും ജഡീകനും. ദാവീദ് ആത്മീകനാ, ശൗല് ജഡീകനാ. ജഡീകന്റെ കയ്യിൽ എന്തുവാ? കുന്തം. ആത്മീയന്റെ കയ്യിൽ എന്നാ? കിന്നരം. നാളൊരാൾ പറഞ്ഞത് കിന്നാരമാണ്. കിന്നാരമൊന്നുമല്ല, ദാവീദിന്റെ കിന്നാരമൊന്നുമല്ല, കിന്നരമാണ്. സ്തോത്രം. ജഡീകന്റെ ഈ കുന്തം, ആത്മീകന്റെ കയ്യിൽ കിന്നരം. ജഡീകൻ ഇതുകൊണ്ട് കുത്തുക, എപ്പോഴും കുത്തിയതെല്ലാം ഭിത്തിയ. ദാവീദ് അന്നൊരു കിന്നരം വായിക്കുമ്പം ഇയാളുടെ ദുരാത്മാവിന് അല്പം. സ്തോത്രം. എപ്പോ ദാവീദിനെ കണ്ടാൽ ഇയാൾ കുത്തും. ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തിയില്ല. ദാവീദ് അങ്ങ് ഒഴിഞ്ഞു മാറി. നമ്മൾ ഈ ചിലർ അങ്ങ് ഒഴിഞ്ഞു മാറിയേക്കണം. ചുണയുടെ കുത്തട, ഞാൻ ആരാന്നറിയാമോ? ഒഴിഞ്ഞങ്ങ് പൊക്കോണം, ഒഴിഞ്ഞങ്ങ് പോണം. ഈ വേദപുസ്തകത്തിൽ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, ശാന്തന്മാർക്ക് മാത്രമല്ല മൂർഖന്മാർക്കും. അപ്പൊ ഈ സഭയ്ക്കകത്ത് മൂർഖനുണ്ട്, ഇവിടെ ഉണ്ട്. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴൊന്നും മൂർഖനല്ല ചേരയാന്നറിയല്ല, വിഷയത്തോട് ബന്ധപ്പെടുമ്പോഴാ അവനെ അവന്റെ പെമ്പളെയും പിള്ളേരെയും സംബന്ധിച്ച വിഷയങ്ങൾ എന്തെങ്കിലും പ്രസംഗത്തിൽ വന്നാൽ അതുവരെ പമ്മി അവിടെ തറ കൂടിയിരിക്കുകയുള്ളൂ, ശല്യമൊന്നുമില്ല. പല ടൈപ്പുണ്ട്. നീർക്കോലിയുണ്ട് സഭയ്ക്കകത്ത്. കടിച്ചാച്ച ആകത്തില്ല, പക്ഷെ ഒരു ദിവസം അത്താഴം മുടങ്ങും. ഒരു യോഗമൊക്കെ അവൻ മുടക്കും, പിന്നെ ഒരു നേരത്തെ യോഗമൊക്കെ മുടക്കും. നീർക്കോലി. ചേരയുണ്ട്, കടിക്കത്തില്ല, കയറി ചുറ്റും. എന്നെ പറയാമല്ലാത്ത ഉപദേശി അന്ന് അറ്റാക്ക് വരും. ഈ ചുറ്റും വരവും കാണുമ്പോഴേ കയറി ചുറ്റും നമ്മൾ എന്നെ അറിയാവുന്ന ഉപദേശി നിന്നാ മതി. കയറി വന്നതുപോലെ തന്നെ ഇച്ചിരി കഴിയുമ്പോ സഭയ്ക്കകത്ത് ഇതൊക്കെ ഉണ്ട്. മൂർഖനുണ്ട്, എപ്പോഴും ഇല്ല. അവനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വരുമ്പോ പയ്യെ 10 വിടർത്തി. അന്നേരം പിന്നെ ഞങ്ങൾ പാസ്റ്റർമാര് മകടി ഊതും. 3 ദിവസത്തെ മകടി ഊതി ഇപ്പറ കൊട്ടയൊക്കെ വെക്കും പയ്യെ. അങ്ങനെയൊക്കെ ഉള്ള, അല്ലാതെ തല്ലുകൊല്ലാൻ പറ്റുമോ? അയ്യോ, മകടി ഊതുകല്ലാതെ വേറെ യാതൊരു മാർഗവും. അതിനാ എല്ലാ സഭയിലും ഉണ്ടല്ലോ മാസത്തിന്റെ 3 ദിവസം മകടി ഊതുന്നത്. നാളെ ഊതാൻ വരുന്നത് നന്നായിട്ട് ഊതുന്ന ഒരാളാണ്. അപ്പം പോരാ, നമുക്ക് മറ്റേ പുള്ളിയെ വിളിക്കാം. പുള്ളി ഇന്നാളൊരു വെമ്പാലേനെ ഊതി കയറ്റിയ ആളാ, പുള്ളിയെ നമുക്ക് വിളിക്കാം. സ്തോത്രം. പുള്ളിയുടെ ആദ്യത്തെ ഊത്തിന് തന്നെ കയറേണ്ടവനല്ല. പല ടൈപ്പാണ് സഭയ്ക്കകത്ത് ഉണ്ട്.
പല ഇനം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ചിലതിനൊക്കെ ചേനത്തണ്ടൻ ഉണ്ട്. ചേനത്തണ്ടൻ അണലി പല ടൈപ്പ് ഉള്ളതിലും അത് ചേനത്തണ്ടൻ ചാകത്തില്ല. കടിക്കുന്ന ഭാഗം ആണ്ടോടാണ്ടക്ക് പൊട്ടി കളിക്കും. എല്ലാ വർഷവും പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആൾക്കാരില്ലേ, ചേനത്തണ്ടനാ. ഒരു വഴക്ക, അയ്യോ കഴിഞ്ഞ കൊല്ലവും പുള്ളി ഇതുപോലെ തന്നെ ഉടനെ പഴയ ആൾക്കാർ ആരും തലേക്കൊല്ലോ ഇത് തന്നെ ആയിരുന്നു കൊണ്ടു. അപ്പൊ ഇവനെ ചേനത്തണ്ടനാ കൊണ്ടെന്ന് ഇതിനകത്ത്. സ്തോത്രം. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ കൊണ്ട് രാജവമ്പാല എപ്പോഴും വരത്തില്ല, വല്ലപ്പോഴും. ആണ്ടവസാന പ്രാർത്ഥനയ്ക്ക് ഒന്ന് വന്ന് തല പൊക്കി. ഓവർസീർ വരുമ്പം ഒന്ന് അല്ല, സൂപ്പറുണ്ട് ഏജി ആണല്ലോ, സൂപ്പറുണ്ട് വരുമ്പോ ഒന്ന് പൊക്കി. വെമ്പാലയാ, വെമ്പാല. ഇപ്പൊ കാണുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പാമ്പുണ്ട്, അതിന്റെ പേര് എനിക്കറിയാവുന്ന പേരാ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയാണോ പറഞ്ഞത്? വില്ലൂന്നി കേട്ടിട്ടുണ്ടോ? വില്ലൂന്നി നമ്മുടെ മേളിൽ കൂടെ പോവും. പാസ്റ്റർ സങ്കീർത്തനം വായിച്ച് ചെന്ന് കഴിയുമ്പോൾ പാസ്റ്റയും കടത്തി വെട്ടി വില്ലൂന്നി. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഒന്നും പറഞ്ഞ നമ്മൾ ഒതുങ്ങി കൊടുത്തേക്കണം. നേരെ ചെല്ലുമ്പം എവിടെയെങ്കിലും എടുത്ത നല്ല ചൂരവടിയായിട്ട്, ഇതൊക്കെ അതിന്റെ മാർഗം, അല്ലാതെ എന്നാ മാർഗമാണ്? ഉടക്കാനും ഒക്കെ അത് മകടി ഊതുക അല്ലാതെ, ഊതി ഒതുക്കുക എന്നല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. സ്തോത്രം. എന്തായാലും ഒരു കാര്യം പറയാം, ഈ അപ്പനാകുന്ന ശൗല് നിരപരാധിയാകുന്ന ദാവീദിനെ കുന്തം കൊണ്ട് ചേർത്ത് കുത്താൻ പദ്ധതി കിട്ടുമ്പോഴല്ല, ശൗലിന്റെ മകനാകുന്ന യോനാഥാൻ ഒരു കാര്യം അറിയാം, ദാവീദ് നിരപരാധിയാ, എൻ്റെ അപ്പൻ ശരിയല്ല. അതുകൊണ്ടിരിക്കൽ ഗോതമ്പ് വയലിൽ വെച്ച് യോനാഥാൻ ദാവീദുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. 4 പ്രാവശ്യം ഉടമ്പടി ചെയ്തു. എടുത്ത് വായിപ്പിക്കുന്നില്ല. 4 പ്രാവശ്യം പറഞ്ഞു, എൻ്റെ അപ്പൻ ശരിയല്ല, നീ നിരപരാധിയാ. ഞാനിതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ, അപ്പം നിന്നെ കുത്താൻ വരുന്നത് നീ ഒഴിഞ്ഞു മാറുന്നതും ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കുക. എൻ്റെ അപ്പൻ ശരിയല്ല, പക്ഷെ എനിക്ക് സാഹചര്യം കൊണ്ടൊന്നും പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നീ നിരപരാധിയായതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ രാജാവാക്കും. എൻ്റെ അപ്പനും കുടുംബവും നശിച്ചു പോകാനാ സാധ്യത. അതിന് പല കാര്യമുണ്ട്. വെളിച്ചപ്പാടത്തിക്കാട്ടൊക്കെ പോകുന്നു, പ്രമാണം അനുഷ്ഠിക്കുന്നില്ല, വ്യവസ്ഥ നിൽക്കുന്നില്ല. നീ പരമാർത്ഥിയായതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ രാജാവാക്കും. അതുകൊണ്ട് എൻ്റെ ദാവീദേ, ദൈവം നിന്നെ രാജാവാക്കുമ്പോ എന്നെ മറക്കരുത്. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നേരം പോയത് കൊണ്ടാ. ഗോതമ്പ് വെയിൽ വെച്ച് ഉടമ്പടി ചെയ്തു. പക്ഷെ ഉടമ്പടി ചെയ്ത യോനാഥാനും ജീവിച്ചിരുന്നില്ല, യോനാഥാനും മരിച്ചു. ശൗലും മരിച്ചു. ശൗൽ എങ്ങനെയാ മരിച്ചേ? ശൗല് മരിച്ചോ? പക്ഷേ ഞാൻ അറിഞ്ഞില്ല, അടക്കത്തിനും പോയില്ല. ശൗൽ എങ്ങനെയാ മരിച്ചേ? വാള് വാള് ഉറക്കെ പറ. വാളെ വീണ് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? 2 വയസ്സ് സ്കൂളിൽ പഠിച്ചതല്ലേ, വായിക്കും. മിത്രപുരത്തും പഠിച്ചതാ, മുളക്കടയിലും വന്ന് പഠിച്ചതാ. രണ്ടുപേരോടെ ഒത്തോണ്ടാന്നോ? നമുക്ക് ഇയാളെ ഇന്ന് ഒതുക്കണം. പുള്ളി 2 ദിവസമായിട്ട് കിടന്നങ്ങനെ കസറുക. ശാമുവേലിന്റെ 1-ാം പുസ്തകം 31-ന്റെ 1 മുതൽ ഉറക്ക വായിക്കണം.
ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. അടുത്ത വാക്യം. ഫെലിസ്ത്യർ ശൗലിനെയും അവന്റെ പുത്രന്മാരാകുന്ന പിന്തുടർന്നു. ഫെലിസ്ത്യരായ ശൗലിന്റെ പുത്രന്മാരാകുന്ന യോനാദാൻ, അബീനാദാബ് കൊന്നു. അടുത്തത്. എന്നാൽ പട ശൗലിന്റെ നേരെ ഏറ്റവും വില്ലാളികളെ നിർത്തിവെച്ച് വില്ലാളികളാൽ അവൻ വിഷമത്തിലായി ശൗലിന്റെ ആയുധഭാഗം കൂടെ ഈ അഗ്രഹങ്ങൾ വന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കാൻ ചെയ്യേണ്ടതിന് നിന്റെ വാളുകൂടിയുടെ കുത്തുകൾ. ആയുധവാഹന ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അടുത്തത്. എല്ലാവരും കിടന്ന് വായിക്കാതെ ഒരാൾ വായിക്കും. ശൗൽ എങ്ങനെയാ മരിച്ചേ? വാളിന്മേൽ വീണ് മരിച്ചു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ശൗൽ എങ്ങനെ മരിച്ചു? വാളിന്മേൽ അതിന്മേൽ വീണു. മരിച്ചത് എങ്ങനാ? മരിച്ചത് എങ്ങനാന്ന്? വാളിന്മേൽ വീണ് മരിച്ചു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? വീണെന്ന് ഞാനും അംഗീകരിച്ചു. മരിച്ചത് എങ്ങനാ? വാള് പിടിച്ച് വീണാ പിന്നെ ചാകുകയല്ലോ. ശൗലൊരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. മരിച്ചത് എങ്ങനെയാന്ന്? വാള് കുത്തിക്കേറിയോ? ശൗൽ തന്റെ ആയുധവാഹകനോട് ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളകി അപമാനിക്കാതിരിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അടുത്തത്. അപ്പൊ എങ്ങനെയാ മരിച്ചേ? ഇപ്പൊ മരിച്ചില്ലേ? ഇതുവരെ മരിച്ചെന്ന് പറഞ്ഞിട്ട് ശൗൽ മരിച്ചത് എങ്ങനെയാന്ന്? വാൾ പിടിച്ച് അതിന്മേൽ വീണു. അതെ, വീണു. ഞാനും സമ്മതിച്ചു. മരിച്ചത് എങ്ങനാ? അവന്റെ കൂടെയുള്ള ചരിത്രം അവിടെ നിൽക്കട്ടെ. അവൻ മരിച്ചത് എങ്ങനെയാന്ന് പറ. അവന്റെ കൂടെ ഉള്ളവനെ കൊല്ലുന്നതാ ഇപ്പം വിഷയം. രക്തം പോയാൽ ചാകും. പിന്നെ രക്തം പോയാൽ പിന്നെ ചാടി എഴുന്നേക്കും. ഇനി ഇങ്ങോട്ട് നോക്ക, സമയം പോകുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം പഠിച്ചാൽ വാൾ പിടിച്ച് അതിന്മേൽ വീണ് മരിച്ചെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ആ വാക്യം വായിച്ച. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന്റെ മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഒരു കുത്തുണ്ടോ? ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെന്റൻസ് ആണ് ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ കണ്ടു. അപ്പം ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്, കുത്ത്. അടുത്ത സെന്റൻസ് ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ എന്തിനായി കുത്ത്? ഇച്ചിരി ഇടയുണ്ടായിരുന്ന ഇട നികത്താനാ കുത്ത് ആണോ? ഇച്ചിരി വിടവുണ്ട്, ചുമ്മാ ഒരു വിടവ് കിടക്കണ്ടെന്ന ഒരു കുത്ത്. ഉൽപ്പത്തി 1:1 എടുത്തേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. കുത്തുണ്ടോ? അടുത്തത്. ഭൂമി പാഴായി. വേറെ പുസ്തകം പഠിച്ച ആളാ, മുളക്കടയിലും ഒക്കെ പഠിച്ച ആളാ. ഇതിന് രണ്ടിലും ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ. ആരംഭ ഭൂമി, പാഴ്ശൂന്യമായ ഭൂമി. ഏറെ വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട് ഒരു കുത്തിനിടയില്. ഇതുപോലെ ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു, കുത്ത്. ശൗൽ മരിച്ചു വന്ന ആയുധവാൻ കണ്ടു. അപ്പം ഇവൻ വീണതിനും മറ്റവൻ കണ്ടതിനും ഇടയ്ക്കൊരു സംഭവം നടന്നു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 1:1 മുതൽ വായിച്ച് ഉറക്കം. ശൗൽ മരിക്കുകയും ദാവീദ് അമാലിക്ക് സംഹരിച്ച് മടക്കി വന്ന് സിക്ലാഗിൽ വന്നു കഴിഞ്ഞപ്പോൾ 3-ാം ദിവസം
ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൊഴി വാരിയിട്ടും കൊണ്ട് ശൗലിന്റെ പാളയത്തിൽ നിന്ന് വന്നു. ദാവീദിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം നമസ്കരിച്ചു. അവൻ പറഞ്ഞു, ദാവീദ് അവനോട് കാര്യമെന്തായി പറക എന്ന് ചോദിച്ചു. അതിനവൻ, ജനം പടയിൽ തോറ്റോടി. ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും അവൻ എന്നോട്, നീ അടുത്തു വന്നെന്നെ കൊല്ലേണം ഇരിക്കെ കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു എന്ന് അവനെ കൊന്നു. അത് പിന്നെ വെട്ടിയത് അത് കഴിഞ്ഞ് തലവട്ടാന്നല്ലോ നമ്മുടെ വിഷയം ഇപ്പം. അപ്പൊ ശ്രദ്ധിക്കുക, ആത്മഹത്യ ചെയ്യാനായിട്ട് ആയുധം കയറ്റി ജീവൻ പോയില്ല. ജീവൻ പോകാൻ ഇങ്ങനെ വലിച്ചു കിടന്നപ്പോ നോക്കിയപ്പോ ഒരുത്തം നിൽക്കുന്നു. ആരാടാന്ന് ചോദിച്ചു. ഞാനൊരു അമാല്യക്കനാ, ഇവിടെ വരാൻ പറഞ്ഞു. എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്ക കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിക്കുക. അവര് വന്ന് കൊല്ലുന്നതിന് മുന്നേ നീ എന്നെ വെട്ടിക്കൊല്ല. അമാല്യക്കൻ ചെന്ന് വെട്ടിക്കൊന്നു. ചെല്ലു പറഞ്ഞത് കള്ളം പറഞ്ഞതാന്നാ, അമാല്യക്കൻ കള്ളം പറഞ്ഞതാന്നാ? അല്ല, വെട്ടിക്കൊന്നതാ. അതിനൊരു ഒരു 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 ആശയം കൂടെ പറയാം. ഈ സൂക്ഷ അമാല്യക്കൻ തന്നെ വന്ന് കൊല്ലാൻ കാര്യം, അഭിഷേകം എല്ലാം കൊടുത്ത് സെൽസകൽ റാഗലിന്റെ കല്ലറക്കരിക്ക് എന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടല്ലോ. വിട്ടപ്പോൾ ദൈവം തമ്പുരാൻ ആലോചന പറഞ്ഞു, നീ അമാല്യക്കനെ നിർമൂലമാക്കിയില്ല. ആട കാള കഴുത ഒന്നിനും കനന്നു തോന്നിട്ട് നിർമൂലമാക്കാൻ പുള്ളി ആഗാഗനെ ജീവനോടെ പിടിച്ച് മാറ്റി. അമാല്യക്കന്റെ നേതാവ് ആഗാഗ് കൊള്ളയിൽ കൊടുത്തു മുടുത്തതിനെ യഹോവയ്ക്കാനും പറഞ്ഞ് മാറ്റി നിർത്തി. അതുകൊണ്ട് മാറ്റി നിർത്തി അമാല്യക്കൻ തന്നെ ഒടുവിൽ വന്ന് വെട്ടിക്കൊന്നു. സ്തോത്രം. ശൗലിന്റെ മരണം ദാരുണ മരണമാണ്. ശൗല് മരിച്ചത് കൊണ്ട് ദാവീദ് വിലാപകാവ്യം പാടി. ശൗമേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ അവൻ യഹൂദ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതി, ഇസ്രായേലെ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളെ നിഹതന്മാരായി പട്ടുപോയത് എങ്ങനെ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോൻ വീഥികൾ ഘോഷിക്കരുത്, ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുത്, അഗ്രജനമകളുടെ കന്യകമാർ ഉല്ലസിക്കരുത്, ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് നിലകളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്, ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച. അതുകൊണ്ട് 60-ാം സങ്കീർത്തനം, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചു. ശൗലിന്റെ മരണത്തിൽ ദേശം നടുങ്ങി. ദാരുണ മരണം. അപ്പൊ ശൗല് മരിച്ചു, യോനാഥാനും മരിച്ചു. യോനാഥാനും ശൗലും മരിച്ചെങ്കിലും ദാവീദ് ഉടമ്പടി തെറ്റിച്ചില്ല. ദാവീദ് അതുകൊണ്ടാണ് ചോദിച്ചത്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ആ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? ഇനി ഓടിച്ചങ്ങ് നിർത്താം. ഞാനിങ്ങനെ പ്രസംഗിച്ചാൽ ഇനി നിൽക്കും. ദൈവകൃപയിൽ ശരണപ്പെട്ട്. സ്തോത്രം. വചനം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമാണ്. അപ്പൊ എനിക്ക് വചനം പ്രകാശിക്കുകയും ഒക്കെ ചെയ്യും. കുറച്ചുകൂടെ എനിക്കും വിടുതല. ഇത് ഇരുവായുത്തരമുള്ള വാളാ. എന്നെയും വെട്ടും, എന്നെയും ചെത്തും, എന്നെ ഒരുക്കിയെടുക്കും. ഓരോ ശുശ്രൂഷ കഴിയുമ്പോൾ ഞാനും ഒരുങ്ങുക. നിങ്ങളെ മാത്രമല്ല ഒരുക്കുന്നത്. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും നിങ്ങളെ വെട്ടുന്നത് തിരിച്ച് എന്നെയും വെട്ടും. എന്നെ ആദ്യം വെട്ടുന്നേ, എന്റെ നെഞ്ചത്ത് ആദ്യം എന്നെ ഒരുക്കുക, ചെത്തി ഒരുക്കുക. നമ്മൾ ഒന്നിച്ചാ ഒരുങ്ങുന്നേ. അതുകൊണ്ട് ഞാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അങ്ങ് നിർത്താം. യോനാഥാനും മരിച്ച് ശൗലും മരിച്ചിട്ട് ദാവീദ് ഉടമ്പടി തെറ്റിച്ചില്ല. ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സീബ എരിവുള്ളവൻ ഒരുത്തൻ വന്ന് പറഞ്ഞു, അച്ഛാ ഒരുത്തനുണ്ട്. ആരാ? യോനാഥാന്റെ മകൻ, ശൗലിന്റെ കൊച്ചുമകൻ. എന്ത് ചെയ്യേ? അവൻ ലോദേബാരിലെ അമ്മിയലിന്റെ വീട്ടിലുണ്ടെന്ന്, മാഗീറിന്റെ വീട്ടിൽ. ലോദേബാരിലെ അമ്മിയലിന്റെ മകൻ മാഗീറിന്റെ വീട്ടിൽ ശൗലിന്റെ കൊച്ചുമകനാകുന്ന യോനാഥാന്റെ മകൻ മെബീബോശത്ത് പോകാൻ കാരണമുണ്ട്. അത് സിയോൻ കോട്ട പിടിക്കാൻ വന്ന ചരിത്രമാണ്. അത് പറഞ്ഞ ഇന്ന് 12 ആയാലും പോവുകയല്ല. സിയോൻ കോട്ട പിടിക്കാൻ വന്നത്. ദാവീദ് സിയോൻ കോട്ടയെ കടക്കത്തിലെന്ന് കുരുടന്മാരും മുടന്തന്മാരും പറഞ്ഞു. അപ്പൊ ദാവീദ് പറഞ്ഞു, അങ്ങനെ കുരുടനെയും മുടന്തനെ ആദ്യം തട്ടാൻ.
അപ്പൊ സിയോൻ കോട്ടയ്ക്കകത്തുള്ള കുരുടന്മാരും മുടന്തന്മാരും ദാവീദിനെ പേടിച്ച് സിയോൻ കോട്ട വിട്ടുപോയി. അക്കൂട്ടത്തിലാ മെഫീബോശത്ത് ലോദേവാരി പോയത്. രണ്ടു കാലം മുടന്ത. ഒടുവിൽ ദാവീദ് ചോദിച്ചു അവനെ ഇഞ്ഞു കൊണ്ടുവരാൻ. അധികം വിവരിക്കുന്നില്ല. അങ്ങനെ രണ്ടു കാലം മുടന്തിയ യോനാഥാന്റെ മകൻ മെഫീബോശത്തിനെ ആ ലോദേബാർ എന്ന് പറഞ്ഞാൽ വരണ്ട സ്ഥലം, അവിടുന്ന് പൊക്കിയെടുത്ത് മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി കാണുകയില്ല, ഇരുത്തി. ഇവൻ ഇരുന്ന് കഴിഞ്ഞപ്പോ അന്തം വിട്ടുപോയി. അപ്പനെ കൊന്ന് വല്യപ്പനെ കൊന്ന് കുടുംബം മുഴുവൻ കുളം തോണ്ടി. ദൈവമേ, വരണ്ട സ്ഥലത്ത് മുടന്തി കിടന്നിട്ട് അവിടെയും കിടത്തുകയല്ലേ? കൊല്ലാനാന്നോ അറക്കാനാന്നോ തിന്നാനാന്നോ കണ്ടിക്കാനാന്നോ വിൽക്കാനാന്നോ ഓടാനും ഒക്കത്തില്ലല്ലോ. എന്റെ ദൈവമേ, ഇവനകത്ത് പേടിച്ച് പരാക്രമം എടുത്ത് അകത്ത് പേടി കയറിയപ്പോൾ മുഖത്ത് പ്രതിഫലിച്ചു. ദാവീദിന്റെ മുഖത്തോട്ട് നോക്കി മനസ്സിലായി ഇവൻ പേടിച്ചാരണ്ടിരിക്കുക. അതുകൊണ്ടാ 9:7 പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിന്നെ കൊല്ലാനോ വിൽക്കാനോ തിന്നാനോ കണ്ടിക്കാനോ ഒന്നും കൊണ്ടുവന്നതല്ല. നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ ചെയ്യാൻ പോവാ. നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, നശിപ്പിക്കാൻ കൊണ്ടുവന്നതല്ല, മുടിച്ചു കളയാൻ കൊണ്ടുവന്നതല്ല. നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ ചെയ്യാൻ പോകയാ. എന്നിട്ടോ നിന്റെ വല്യപ്പന്റെ നിലമെല്ലാം ഞാൻ നിനക്ക് മടക്കി തരും. എന്നിട്ട് പറയാ, നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ മുടന്ത് വിഷയമല്ല, നിന്റെ ബലഹീനത വിഷയമല്ല, നിന്റെ വരണ്ട അനുഭവങ്ങൾക്ക് മാറ്റം വരുത്താൻ പോകയാ. നീ വന്നിരിക്കുന്നത് മഹാരാജാവിന്റെ കൊട്ടാരത്തിലാ. നീ വരണ്ട സ്ഥലത്താ കിടന്നത്. മുടന്തി കിടന്നവനെ പാപത്തിന്റെ മുടന്ത് പേറി, ശാപത്തിന്റെ മുടന്ത് പേറി, നിരാശയുടെ മുടന്ത് പേറി, തകർച്ചയുടെ മുടന്ത് പേറി, എല്ലാവരാലും വെറുക്കപ്പെട്ട് എനിക്ക് ഇനി ആരുമില്ല, അനാഥത്വം പേറി, അപ്പനില്ല, വല്യപ്പനില്ല, കുടുംബം എല്ലാം നശിച്ചു, എനിക്ക് ഓഹരിയില്ല, എല്ലാം നഷ്ടപ്പെട്ട് രണ്ടു കാലം മുടന്തി, ആർക്കും എന്നെ വേണ്ട, അയ്യോ ഇനി ആരും എന്നെ ഗവനിക്കുന്നില്ല എന്നോർത്തല്ലേ നീ കിടന്നത്. അല്ലല്ലല്ല, നിന്നോട് ദയ ചെയ്യാൻ പോകയാ. നീ പേടിക്കണ്ട, നീ ഭയപ്പെടണ്ട, നിന്നോട് കരുണ കാണിക്കാൻ പോകയാ. നീയോ നിത്യം എന്റെ ഈ മേശയിൽ നിന്ന് നീ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ വല്യപ്പനെ നഷ്ടപ്പെടുത്തി കളഞ്ഞതെല്ലാം തിരിച്ചു തരും. എന്താ ഇതിലെ ആത്മീക ദൂതം? 1-2 പറഞ്ഞങ്ങ് നിർത്തുക. അവൻ ആദിപിതാവാകുന്ന ആദം മുഖാന്തരം മാനവകുലത്തിന് നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് മുഴുവൻ ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരും. അതാ പറഞ്ഞു നിന്റെ വല്യപ്പൻ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു തരിക എന്ന്. പാപത്തിന്റെ മുടന്ത്, ശാപത്തിന്റെ മുടന്ത്, നിരാശയുടെ മുടന്ത്, വരണ്ട അനുഭവങ്ങളിൽ കിടന്ന് എന്നെയും നിന്നെയും കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നെന്ന്. ഈ കൊട്ടാരം ഏതാണെന്നറിയാമോ? സഭയാകുന്ന കൊട്ടാരമാ, ദൈവസഭയാകുന്ന കൊട്ടാരമാ. ഈ കൊട്ടാരത്തിൽ നിന്നെ കൊണ്ടുവന്നു. നീ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോട് മാനസാന്തരപ്പെട്ട് നീ ഇതിനകത്ത് ജീവിക്കണം ഈ കൊട്ടാരത്തിൽ. അങ്ങനെ ജീവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം നിനക്ക് തിരികെ തരും. നിന്റെ വരണ്ട അനുഭവങ്ങളെല്ലാം മാറ്റിത്തരും. അവൻ വരണ്ടടുത്ത് കിടക്കേണ്ടവളല്ല. അവൻ നിന്റെ മുടന്ത് മാറ്റി നിനക്ക് രാജഭോജനം തരാൻ പോവുക. ആദിപിതാവാകുന്ന ആദം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം തിരികെ. എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ആദിപിതാവ് മുഖാന്തരം നഷ്ടപ്പെട്ടു. ഒന്ന്, അധികാരം നഷ്ടപ്പെട്ട. അധികാരം അതിനാ ഈയോടി എല്ലാത്തിനും സൃഷ്ടിച്ചു തമ്പുരാൻ ആറാമിനോട് പറഞ്ഞ് പേരിടാൻ. ആറാമിന്റെ മുന്നിൽ കൂടെ വരുത്തി ഓരോന്നിനെ ആന തൂത്തച്ച് പേരിട്ട് ആന പോ, കടുവ, പുലി പോ, എല്ലാം. പിന്നെ കാരണം പറയാം, പാവമില്ല. ഈ സിംഹവും കരടിയ ആനയെല്ലാം പച്ചലയാ തിന്നുന്നത്. സിംഹത്തിന് ഇപ്പൊ ഇച്ചിരി പച്ചല കൊണ്ട് കൊടുക്കാവോ? കടുവായോട് പറയാ ഇന്ന് ഇച്ചിരി കൊന്നേല പറയണ്ട, കടുവ പറഞ്ഞോളും ബാക്കി. കാരണം പാപം നിമിത്തമായിട്ട് ഹിംസജന്തുക്കളായി തീർന്നത്. പാപമില്ലാഞ്ഞത് കൊണ്ട് ഇതെല്ലാം അനുസരണവും വിധേയത്വവും ഉണ്ടായിരുന്നേ, അധികാരം ഉണ്ടായിരുന്നു. അധികാരം നഷ്ടപ്പെട്ടു പാപം വന്നപ്പം. അതല്ലേ ഇപ്പൊ പറഞ്ഞ ആന ഇറങ്ങുന്നുണ്ട് പാസ്റ്ററുമായിട്ട് പോകണ്ടെന്ന്. അധികാരം പോയത് കൊണ്ടാ. ആനവന്റെ ആ നിഷ്കർമ്മക്ഷത്വത്തിൽ ഞാനതിലെ ചെല്ലുമ്പോ ആന നിൽക്കാൻ എന്തോ ഇവിടെ നിൽക്കുന്ന, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ, ആട്ടെ, തുമ്പിക്കൈ കൊണ്ട് രാജായും തരും. ഇന്നോ അരിക്കമ്പൻ രാജ തരുമോ? അങ്ങോട്ട് ചെന്നാ മതി. സ്തോത്രം. അധികാരം നഷ്ടപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം അധികാരം നമുക്ക് തിരികെ കിട്ടും.
സിംഹവും പുള്ളിപ്പുലിയും ചെന്നായി എല്ലാം ഒന്നിച്ച് മേയുവെന്ന്, നഷ്ടപ്പെട്ടു പോയത് തിരികെ തരുമെന്ന്. പാട്ടൊക്കെ വരുന്നുണ്ട്, പാടുന്നില്ല, അങ്ങ് പറഞ്ഞു വിടുക. കാട്ടുപാമ്പോട് ഒത്തു മേളിക്കും കുട്ടികൾ, എന്നാൽ വാട്ടമില്ല കാട്ടുപുലികളും ആട്ടും കൂട്ടവും ഒന്നിച്ച് മേയുമെന്ന്. ഇനി അപ്പൊ നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു തരും. 2, പറുദീസ നഷ്ടപ്പെട്ടു, രണ്ടുപേരെയും പുറത്താക്കിയല്ലോ, അത് വീണ്ടും തരും. ആ പറുദീസയിൽ നമ്മളെ കൊണ്ടുചെല്ലും. തെളിവ്, ക്രൂശിൽ കടന്ന ദുഷ്പ്രവൃത്തി കണ്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ കൊണ്ടുപോകും, ചെല്ലും. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇങ്ങനെ പറുദീസയോളം. സ്തോത്രം, അത് തിരികെ കിട്ടും. 3, തേജസ് നഷ്ടപ്പെട്ടു. കാരണം തേജസ് ഉണ്ടായിരുന്നു, ഇവർക്ക് നാണം തോന്നിയില്ല. അന്ന് പാപം ചെയ്തപ്പോൾ നാണം തോന്നി. അതുകൊണ്ട് അമ്മാമ ഒരു മിടിയും അച്ചായനൊരു ബർമുടായും പെട്ടെന്ന് അത്തിയല കൊണ്ട് ദൈവം ഇറങ്ങി വന്നപ്പോൾ 2 പേര് സാറ്റ് കളിക്കുക. കണ്ടേ, പാപം ചെയ്തത് കൊണ്ടാ. എന്നാൽ ഈ തേജസ് തിരികെ കിട്ടും ഒടുക്കത്തെ ആദാം മുഖാന്തരം. എങ്ങനെ? കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം, തേജസ് കിട്ടും. തേജസ് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുള്ള വചനം നിവൃത്തിയാകും. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ഔവണ്ണം തന്നെ. നഷ്ടപ്പെട്ടു പോയത് പിതൃസ്വത്ത് തിരിച്ചു തരുമെന്ന്. ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്, ഭയപ്പെടരുത്. ആമൻ, നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് തിരിച്ചു തരും. നീ പേടിക്കരുത്. നിന്റെ അരാജകത്വം മാറ്റി, തകർച്ചകൾ മാറ്റി നിന്നെ ഉയർത്തുന്ന ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കുന്ന ദൈവമുണ്ട്, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. നിന്നെ വിടിവിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ആദരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടാം. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി, തുടച്ചെന്റെ കണ്ണു നീർപോൻ കരത്താൽ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താലാമേ ജീവന്റെ ഓ നാവിനാലവനെ നാം അവനത്രേ എൻ പാപകാരൻ തൻ ജീവനാൽ. ഓ അവനത്രേ എൻ പാപകാരൻ തൻ. ഗ്ലോറി. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്നലെ വൈകിയ സമയത്തും ഇന്ന് പകലും ഈ രാത്രിയിലും നിങ്ങളോടൊരുമിച്ച് ദൈവവചനം ചിന്തിപ്പാനും ധ്യാനിപ്പാനും ദൈവം അവസരം നൽകി. എന്നെ ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്ക് നന്ദി. ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ സഹകരിച്ച് പ്രാർത്ഥിച്ച് സഹായിച്ച ദൈവദാസന്മാര്, പ്രിയ പാസ്റ്റർ പേരങ്ങ് വിട്ടു, ഏലിയാസ് പാസ്റ്റർ അടക്കം, ഇന്ന് സണ്ണിച്ചായനും കടന്നു വന്നല്ലോ. ദൈവത്തിന് മകത്ത് മറ്റ് കർത്തദാസന്മാര്, ചർച്ചകോടിന്റെ പാസ്റ്റർ വന്ന് കണ്ടു, അദ്ദേഹത്തിന് സെന്ററിന്റെ ഒരു യോഗം ഉള്ളത് കൊണ്ട് കടന്നുപോയി. മറ്റ് കർത്തദാസന്മാരെല്ലാം, ഈ ദൈവദാസൻ, ഇവരെല്ലാവരും വളരെ നന്ദി. ഇന്ന് ഇച്ചിരി സമയം മുമ്പോട്ട് പോയി, എനിക്കറിയാം. അപ്പം എന്നാലും നിങ്ങൾ ഇടയാതെ ഉടക്കുണ്ടാക്കാതെ സഹകരിച്ചല്ലോ, വളരെ നന്ദി. ഓർക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവം അനുവദിച്ചാൽ കാണാം. ഇവിടെ മുനിയറയിലും അതിനപ്പുറമൊക്കെ കൺവെൻഷന് വിളിച്ചിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് കർത്താവ് വരാൻ താമസിച്ചാൽ ഒന്നിച്ചു കൂടാം. ഓർക്കുമ്പം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ യാത്രയും ശുശ്രൂഷയുണ്ട്, ശക്തമായ പോരാട്ടങ്ങളും ഉണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എല്ലാത്തിനും നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. പാസ്റ്ററിനോട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു, വചനം പ്രകാശിച്ച് അങ്ങനെ അങ്ങ് പോയതാ. ആട്ടെ, ദൈവം അനുവദിച്ചാൽ നമുക്ക് സാക്ഷി ഇത്രയേ ഉള്ളൂ. മഹാഭാവിയായിരുന്നു, യേശു രക്ഷിച്ചു. ഇത്രേ ഉള്ളൂ. കുടുംബാവിയായിരുന്നു, യേശു രക്ഷിച്ചു. ഇപ്പൊ സമാധാനവും സന്തോഷവും ഉണ്ട്, പ്രത്യാശയുണ്ട്.
നിങ്ങളും അത് അനുഭവിച്ചു മുന്നോട്ട് പോക്കോണം. ഇതിൽ നിന്ന് ആരും പിന്മാറരുത്. ധൈര്യത്തോടെ നിൽക്കണം, ഭയപ്പെടരുത്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കാം. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.